ഓം വിശ്വബ്രഹ്മണേ നമഃ. എല്ലാ ഭക്തജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ തിരുവുത്സവ ആശംസകൾ നേർന്നുകൊണ്ട് നമ്മളുടെ കൊടിയേറ്റിൻ്റെ ഏറ്റവും ധന്യമായ ഈ മുഹൂർത്തത്തിൽ നമ്മളുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ്. ഒരു നൂറ്റാണ്ടിന് മുൻപ് നമ്മുടെ പൂർവികൾ ഭജനമഠമായി ആരംഭിച്ച് 50 വർഷത്തിന് ശേഷം സൂര്യനാരായണ ദീക്ഷിതരാൽ ആദ്യ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കപ്പെട്ട് 24 വർഷത്തിന് ശേഷം ശ്രീകോവിലിന്റെ പുനരുദ്ധാരണവും അതിനുശേഷം 2017 ചുറ്റമ്പല നിർമ്മാണവും പൂർത്തീകരിച്ച് നാടിന്റെയും സമുദായത്തിന്റെയും സർവൈശ്വര്യപ്രദായകനായി വാഴുന്ന ദേശാധിപത്യ ദേവനും പ്രപഞ്ച സൃഷ്ടാവും വിശ്വവ്യാപിയുമായ ശ്രീ വിരാട് വിശ്വവർമ്മ ദേവന്റെ ബ്രഹ്മദിവ്യ ചൈതന്യം തുളുമ്പുന്ന പുണ്യപുരാതന ക്ഷേത്ര സങ്കേതമായ പാമ്പാടി ശ്രീ വിരാട് വിശ്വബ്രഹ്മ ക്ഷേത്രം ഇന്ന് കൊടിയേറ്റിന്റെ ധന്യതയിലാണ്. ഈ പുണ്യമുഹൂർത്തത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ്. ആദ്യമായി ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. ഈ പുണ്യകർമ്മം നിർവഹിക്കുന്നതിലേക്കായി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഗോപാലകൃഷ്ണൻ ആചാര്യയെ ഭക്തിയാദരപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ വിശിഷ്ട അതിഥികളെയും ഞങ്ങൾ വേദിയിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സമ്മേളനം ആരംഭിക്കുകയാണ്. ആദ്യമായി ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിക്കപ്പെടുകയാണ്. ഈ പുണ്യകർമ്മം നിർവഹിക്കുന്നതിലേക്കായി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഗോപാലകൃഷ്ണൻ ആചാര്യയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഗൃണാഹി കൃതപദേശ വിതരാധിപത്യേ വയസ്വതേരന്തിരാസാനോ അസ്തോ ധ്രുവാദിശാം വിഷ്ണുപത്ന്യഘോരാശേഷാനാശകശോയാമണോദാം ബൃഹസ്പതിർമാതരിശ്വര വായസ്സന്തുവാനാപാട അഭിനോ ഗൃണന്തോ വിഷ്ടംഭോ ദിവോദരണ പൃഥിവ്യാ അസ്യേഷാനാ ജഗതോ വിഷ്ണുപത്നീം महालक्ष्मी च विद्महे विष्णुपत्नी च धीमहि तन्नो लक्ष्मी प्रचोदयात्. ओम ആദ്യമായി ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥനാ കർമ്മം നിർവഹിക്കുന്നതിനായി വിശ്വകുർമ്മ ദേവസ്വം ബാലസംഘത്തിന്റെ കുട്ടികളായ ജാനകി സതീഷ്, അനശ്വര എന്നിവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. अष्टसूत्रं
സമ്മേളന പരിപാടികളിൽ അടുത്തതായി സ്വാഗതം ആശംസിക്കുന്ന കർത്തവ്യമാണ്. കഴിഞ്ഞ 35-ൽ പരം വർഷങ്ങളായി ഭരണകാര്യങ്ങളിൽ ചുമതല ഉള്ളപ്പോഴും ഭരണകാര്യങ്ങളിൽ ചുമതല ഇല്ലാതിരുന്ന കാലഘട്ടങ്ങളിലും അന്നും ഇന്നും ക്ഷേത്രത്തിന്റെ സർവോന്മുഖ പ്രവർത്തനത്തിനായി കൈമേമർന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ദേവസ്വം സെക്രട്ടറി ശ്രീ MG ബീനു അവരുകളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ പ്രോഗ്രാം നമ്മൾ നോട്ടീസിൽ പ്രസിദ്ധീകരിച്ചതിന് വിരുദ്ധമായിട്ടൊരു 10-20 മിനിറ്റ് താമസിച്ചു. എല്ലാവരോടും ആദ്യമായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. വിശിഷ്ട വ്യക്തികൾക്ക് ധാരാളം പ്രോഗ്രാമുകളുള്ളതാണ്. അവരെത്തിച്ചേരാനുള്ള കാലതാമസമാണ് അതിനുള്ള കാരണമായിരിക്കുന്നത്. എല്ലാവരും അത് മനസ്സിലാക്കി ഈ സദസ്സിനെ ധന്യമാക്കിയിരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സ്ഥലപരിമിതി മനസ്സിലാക്കി കഴിയുന്ന ആൾക്കാർ സ്റ്റേജിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് ഈ പരിപാടിയെ ധന്യമാക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ചെറിയൊരു വിവരണം ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. സദസ്സിനെ അറിയാൻ മേലാത്തവർക്ക്. നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന ഏകദേശം ഒരു 50% ആൾക്കാർക്കും ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവവും ചരിത്രവും എല്ലാം ഏകദേശമൊക്കെ അറിയാം. നമ്മുടെ പൂർവികരാൽ സൃഷ്ടിക്കപ്പെട്ട ഏകദേശം 100 ചില്ലുവാനം വർഷത്തോളം പഴക്കമുള്ള പുണ്യപുരാതനമായ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ മുൻകാലങ്ങളിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിക്ക് വേണ്ടി പ്രവർത്തിച്ച ധാരാളം മഹത് വ്യക്തികൾ നമ്മളെ മൺമറഞ്ഞു പോയിട്ടുള്ള കാര്യം നമ്മൾ വിസ്തരിക്കാൻ പറ്റുകയില്ല. പ്രസ്തുത വ്യക്തികൾക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു ബാഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട്, ഒരു പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ട് അവരുടെ ആത്മാവിന് നിത്യശാന്തി ഒരിക്കൽ കൂടി നമ്മൾ ആദരപൂർവ്വം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ പവിത്രമായ ഈ മഹത് കർമ്മം ഇവിടെ തുടങ്ങുവാണെങ്കിൽ അതിന് 100% പൂർണ്ണത എത്തുമെന്നുള്ള കാര്യത്തിൽ സത്യമാണ്. നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ പൂർവികളുടെ വിയർപ്പിൻ്റെ ആകത്തുകയാണ് നമ്മൾ ഈ കാണുന്ന ഈ ക്ഷേത്ര സമുച്ചയം. നമ്മളൊക്കെ ഘോരഘോഷം പ്രസംഗിക്കുന്നുണ്ടെങ്കിലും അന്ന് അവരാ സൃഷ്ടിക്കപ്പെട്ട ഈ 12.5 സെന്റിൽ ഒരു 1/2 സെന്റ് പോലും നമുക്ക് പിന്നെ കൂട്ടിച്ചേർക്കുവാൻ പറ്റിയിട്ടില്ല എന്നുള്ള ദുഃഖകരമായ അവസ്ഥ നമ്മളാരും മറക്കരുത്. അപ്പം നമ്മൾ അവരുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ സാന്നിധ്യം നമ്മുടെ ഈ പ്രസ്തുത ചടങ്ങിൽ പൂർണ്ണമായിട്ടും ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അത് നിങ്ങൾക്ക് ഏവർക്കും ഉറപ്പാണ്. അപ്പം അവരെ നമ്മൾ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ വളരെ ആദരവോടുകൂടി ഓർക്കുന്നു. എൻ്റെ കർത്തവ്യം സ്വാഗതമാണ്. എന്നിരുന്നാലും നമ്മുടെ ദേവസ്വത്തിൻ്റെ കീഴിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ചെറിയ കുറേ പ്രവർത്തനങ്ങൾ നമുക്ക് വലിയ വരുമാനമില്ലാത്തൊരു ക്ഷേത്രമാണ്. ഏകദേശത്തോളം 100 ചില്ലുവാനം കുടുംബക്കാർ ഈ ക്ഷേത്രത്തിലുണ്ടെങ്കിലും നമ്മുടെ അടിസ്ഥാനപരമായ തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളായതിനാൽ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം 1000 രൂപ ഉണ്ടെങ്കിൽ പോലും ഒരു കുടുംബത്തിലെ കാര്യങ്ങൾ ഒരു ദിവസം മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ചുരുങ്ങിയ വരുമാനത്തിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെതായ ഇപ്പം കാണുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിൽ ഏകദേശം 100 ചില്ലുവാനം കുടുംബങ്ങൾക്ക് നമ്മൾ കിറ്റുകൾ എത്തിച്ചു നൽകി. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അവശത അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിനുമായുള്ള സഹായം ദേവസ്വത്തിൻ്റെ മിച്ചം കിട്ടുന്ന തുകയിൽ നിന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ അധ്യയന വർഷം ഏകദേശം ഒരു 100ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണങ്ങൾ നമ്മളെ കൊണ്ട് ദേവസ്വത്തിന് ചെയ്യാവുന്ന വിധത്തിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഓണത്തിനും ഏകദേശം 15ഓളം ഇനങ്ങളടങ്ങിയ ഓണക്കിറ്റുകൾ നമ്മൾ പല വീടുകളിലും എത്തിച്ചു നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ചുരുങ്ങിയ വരുമാനം നിന്നുകൊണ്ട് നമ്മൾ ഈ ദേവസ്വം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി
അതിൻ്റെ ഒരു പൂർണ്ണമായ കടാക്ഷം ഭഗവാന്റെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടായിട്ടുണ്ട്. ഇനിയും ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടത്തേണ്ടതുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അതുപോലെ തന്നെ MLA അവരുകളൊന്നും സ്റ്റേജിലില്ല. എന്നിരുന്നാൽ അവരുണ്ടായിരുന്നെങ്കിൽ അവരോട് നമുക്കൊരു റിക്വസ്റ്റ് നടത്തായിരുന്നു. വികസന പ്രവർത്തനങ്ങൾക്ക് മന്ത്രിസഭാ തലത്തിലും അതുപോലെ തന്നെ അവരുടേതായ വകുപ്പുകളിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളും തരുവാണെങ്കിൽ നമ്മളത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുമായിരുന്നു. വരുമ്പം നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. നമ്മൾ റിക്വസ്റ്റ് ചെയ്യേണ്ട കാലതാമസം കടന്നുപോയിരിക്കുന്നു. ഇത്തരമുള്ള സാംസ്കാരിക പരിപാടികൾ ഇവിടെ നമ്മൾ നടത്തിയിട്ട് വർഷങ്ങൾ കുറേയായി. സാംസ്കാരിക പരിപാടികൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മുടെ തിരുവുത്സവം എന്നു പറഞ്ഞ സന്തോഷകരമായ പരസ്പര സ്നേഹത്തിൻ്റെതായ ഒരു സാഹചര്യമാണ്. പരസ്പരം സന്തോഷങ്ങൾ മാത്രമേ ഉത്സവങ്ങൾക്കുള്ളൂ. നമുക്കറിയാം 41 ദിനം നീണ്ടു നിൽക്കുന്ന മണ്ഡലവ്രതക്കാലം, പുണ്യപുരാതനമായ കാലം. അതുപോലെ തന്നെ നമ്മുടെ രാവുകളെ ധന്യമാക്കുന്ന ക്രിസ്മസ്, ഈശോയുടെ തിരുസുദിനം കൊണ്ടാടുന്ന ക്രിസ്മസ്, ഇതെല്ലാം ഒരു സന്തോഷത്തിൻ്റെതായ സാഹചര്യമാണ്. അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട വ്യക്തി നമ്മുടെ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ KP സഞ്ജയൻ അവറുകളാണ്. സഞ്ജയൻ അവറുകളെ നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പാമ്പാടി എന്ന നാമമുള്ളിടത്തോളം കാലം ജയ ഡ്രസ്സസ് എന്ന വ്യാപാരശാല അദ്ദേഹത്തിൻ്റെ പിതാവ് തുടങ്ങിയതാണ്. ഏകദേശം ഒരു 50ഓളം വർഷത്തിൻ്റെ ചരിത്രമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ കടയ്ക്ക്. അപ്പം അദ്ദേഹത്തിൻ്റെ പുത്രനാണ്. നമ്മുടെ ഈ ദേവസ്വത്തിൻ്റെ സകല വികസന പ്രവർത്തനത്തിലും എന്ത് കാര്യം പറഞ്ഞാലും രാത്രിയും പകലും കൈമൈ മറന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് നമ്മുടെ ഈ സദസ്സിൽ അധ്യക്ഷത വഹിക്കുന്നത്. അദ്ദേഹത്തിന് ഞാൻ യോഗത്തിലേക്കും എൻ്റെ പേരിലും ദേവസ്വത്തിൻ്റെ പേരിലും സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. എല്ലാവരും ഒന്ന് കൈയടിക്കണേ. കൈയടിക്ക് പ്രത്യേകിച്ച് വില കൊടുക്കേണ്ട കാര്യമില്ല. പ്രോത്സാഹനമാണ് ആവശ്യം. പരിപാടികൾക്ക് നമുക്ക് പ്രോത്സാഹനം ആവശ്യമാണ്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ യോഗം ഉദ്ഘാടനം നടത്തുവാൻ ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ തന്നെ നാട്ടുകാരനായ ശ്രീ വാസവൻ സാർ അവറുകളാണ്. ഉടൻ തന്നെ എത്തും. കോട്ടയത്തൊരു പ്രോഗ്രാം ഉണ്ട്, വിളിച്ചറിയിച്ചിട്ടുണ്ട്. 10 മിനിറ്റിനുള്ളിൽ എത്തും. ശ്രീ വാസവൻ സാറിനെ കുറിച്ച് ആരോടും കൂടുതൽ പറയണ്ട. നമുക്കറിയാം, നവമാധ്യമങ്ങളിൽ, പത്രങ്ങളിൽ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ 2 വാർത്തകളിലും ഇല്ലാത്ത ദിവസങ്ങളില്ല. പൊതുപ്രവർത്തന രംഗത്തും എല്ലാ മേഖലകളിലും സജീവ സാന്നിധ്യമായ 100% രാവുകൾ അധ്വാനിക്കുന്ന വ്യക്തിയാണ് ശ്രീ വാസവൻ അവറുകൾ. അദ്ദേഹം നമ്മുടെ തന്നെ നാട്ടുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഈ സ്റ്റേജിലേക്ക് കിട്ടുമെന്നറിയാൻ വേണ്ടി നമ്മൾ ചെന്നപ്പം തന്നെ ഒരു മടിയും കൂടാതെ യേശു പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമ്മുടെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അദ്ദേഹം വഹിക്കുന്ന വകുപ്പുകൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ദേവസ്വം വകുപ്പ്, അതുപോലെ തന്നെ തുറമുഖം, സഹകരണം തുടങ്ങിയ വകുപ്പുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുവാൻ എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട് നമ്മുടെ യശസ്വരനായ MLA ശ്രീ ഉമ്മൻചാണ്ടി അവറുകളുടെ പുത്രൻ, നമ്മുടെ നിലവിലെ MLA ശ്രീ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ അവറുകളാണ്. അദ്ദേഹം സ്റ്റേജിലില്ല. അദ്ദേഹം ഉടൻ തന്നെ എത്തും. എന്നാലും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമുക്ക് തിരുവത്സവ സന്ദേശം നൽകുവാൻ എത്തിയിരിക്കുന്ന ശ്രീ N ഹരിസാറിനെയും ആരോടും വ്യക്തിപരമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ പോലെ നവമാധ്യമങ്ങളിൽ എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സജീവ പ്രവർത്തകനാണ്. പൊതുപ്രവർത്തന രംഗത്ത് ഏത് കാര്യത്തിനും ഏത് സമയത്തും അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യമുണ്ട്. നമ്മൾ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മളോട്
വരത്തില്ല ഒരു അക്ഷരം പോലും വേണ്ടിയില്ല, യേസ് എന്ന് മാത്രമാണ് പറഞ്ഞത്. ഈ വിലയേറിയ സമയങ്ങളിൽ വന്ന് ഈ സദസ്സിനെ ധന്യമാക്കിയ ശ്രീ എൻ ഹരി സാറിന് ദേവസ്വത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും നിങ്ങളുടെ പേരിലും എല്ലാം തന്നെ വളരെ ആത്മാർത്ഥമായി ഹൃദ്യമായ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ തിരുവുത്സവത്തിൻ്റെ പ്രഥമ ദിനം നമ്മുടെ ഈ സാമൂഹ്യ മേഖലകളിൽ നമുക്ക് വളരെ പരിചിതമായ 3 വ്യക്തിത്വങ്ങളെ നമ്മളിവിടെ ആദരിക്കുന്നുണ്ട്. അതിലൊന്ന് നമ്മുടെ ദേവസ്വത്തിലെ സജീവവും ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യ രചയിതാവുമായ ശ്രീ പനച്ചിക്കാട് സദാശിവൻ സാറാണ്. പനച്ചിക്കാട് സദാശിവൻ സാറിനെ സംബന്ധിച്ച് നമുക്കറിയാം. സാർ എന്ന് പറയുന്ന കേട്ടു, പനച്ചിക്കാട് അമ്പലത്തിലെ ആദ്യത്തെ കാസറ്റ് അദ്ദേഹമാണ് സംഗീത സംവിധാനം നൽകി ഇറക്കിയത്. അപ്പം സംഗീതത്തെ ഉപാസിക്കുന്ന, സംഗീതത്തെ സ്വന്തം ശ്വാസമായി കരുതിയ പ്രമുഖ വ്യക്തിയെ ദേവസ്വത്തിൻ്റെ ആദരവ് നൽകി ആദരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഈ സദസ്സിലേക്ക് വളരെ ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ശ്രീ മനോജ് ഭാസ്കർ, അദ്ദേഹം നമ്മുടെ സമീപ പ്രദേശമായ വെള്ളൂർ വസിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ ഈ ദേവസ്വത്തിൻ്റെ ഒരു സജീവ അംഗമാണ്. ഏകദേശം 25 വർഷത്തെ കാലത്തോളം അദ്ദേഹം ചിത്രങ്ങൾ വരച്ച് ഉപജീവന മാർഗം നടത്തിയ വ്യക്തിയാണ്. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഏകദേശം ഒരു 4 പഠന ക്ലാസ്സുകൾ നമ്മൾ ഈ അടുത്തിടെ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 6 മാസമായി. സംഗീത പഠന ക്ലാസ്, യോഗ ക്ലാസ്, ചിത്രരചന ക്ലാസ്, ചെണ്ടമേള ക്ലാസ്. അപ്പോൾ ഈ ചിത്രരചന ക്ലാസ് നയിക്കുന്നത് ശ്രീ മനോജ് ഭാസ്കർ സാറാണ്. അദ്ദേഹം ചുമ്മാ ഒരു ചോക്ക് കൊണ്ട് വരച്ചാൽ നമുക്കറിയാം അതിൻ്റെ ഭംഗി എത്രമാത്രം ഉണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ പ്രാവീണ്യം, അദ്ദേഹത്തിനുള്ള പ്രാവീണ്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു ആദരവ് നമ്മൾ കൊടുക്കണം തീരുമാനിച്ചു. അതുപോലെ തന്നെ 2024 ഫിലമെൻ്റ് കലാസാഹിത്യ വേദിയുടെ കവിതാ പുരസ്കാരം ലഭിച്ച മകൻ വ്യക്തിയാണ്. നമുക്കറിയാം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള വ്യക്തികളുടെ മണം നമ്മൾ മനസ്സിലാക്കി, കഴിവ് നമ്മൾ മനസ്സിലാക്കി, അവരെ നമ്മുടെ പുണ്യമായ ക്ഷേത്രസന്നിധിയിൽ ആദരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമുക്കറിയാം കാശുള്ളവന് പൈസ കൊടുത്താൽ ചിലപ്പോൾ പുരസ്കാരങ്ങൾ ലഭിക്കുമായിരിക്കും. പക്ഷേ വിരാട് വിശ്വബ്രഹ്മ ദേവസ്വം അങ്ങനെയല്ല കണക്കാക്കുന്നത്. കഴിവറിഞ്ഞ്, കാര്യങ്ങൾ അറിഞ്ഞ് കൈകാര്യം ചെയ്യുക. അതുകൊണ്ട് നമ്മുടെ സജീവ അംഗമായ ശ്രീ മനോജ് ഭാസ്കർ സാറിന് ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ദേവസ്വത്തിൻ്റെ സജീവ അംഗം ശ്രീ കണ്ണൻക ദാമു. കണ്ണൻക ദാമുവിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ദാമു ചേട്ടൻ്റെ മകനാണ്. പാപ്പു ചേട്ടൻ്റെ മകനാണ് ദാമു ചേട്ടൻ. ദാമു ചേട്ടൻ്റെ മകനാണ് കണ്ണൻക ദാമു. അദ്ദേഹം കഴിഞ്ഞ പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി ജയിച്ച ഒരു 2ാമത്തെ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ ദേവസ്വത്തിൽ ഒരു ആദരവ് നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ ഇതുപോലുള്ള പുണ്യദിനത്തിലാണ് അതിന് ഏറ്റവും അനുയോജ്യമായ സാഹചര്യം. അപ്പോൾ ഈ കണ്ണൻക ദാമുവിനെ വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ സദസ്സിനെ ധന്യമാക്കി ആശംസാ പ്രസംഗം നടത്തുവാൻ ഇവിടെ എത്തിച്ചേർന്ന പ്രദീപ്, VM പ്രദീപ്, ഞാനും VM പ്രദീപ് സഹപാഠികളാണ്. ഞങ്ങളെ KG കോളേജിൽ ഒന്നിച്ച് പഠിച്ചാൽ ഇപ്പോഴും പാമ്പാടി ചേണ്ട എവിടെ പോകണമെന്ന് ചോദിക്കും. അപ്പം ആ സുഹൃത് ബന്ധം ഇപ്പം ഏത് നിലകളിലെത്തിയെന്ന് പറഞ്ഞാൽ ആ സ്നേഹം ഞങ്ങളിലുണ്ട്. അപ്പോൾ അദ്ദേഹം വളർന്ന് നമുക്കറിയാം ദേശാഭിമാനിയുടെ മെയിൻ എഡിറ്ററായിരുന്നു.
അതുപോലെ തന്നെ ഇപ്പം പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിൻ്റെ രണ്ടാമത് തവണ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിനോട് നമ്മുടെ ഈ സ്റ്റേജിൽ വന്ന് ഒരു ആശംസാ പ്രസംഗം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ സ്നേഹത്തോടെ ഈ സ്റ്റേജിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ നമ്മുടെ വാർഡ് മെമ്പർ വന്നിട്ടില്ല, ഹരിച്ചേട്ടനാണ്. ഹരിച്ചേട്ടൻ കഴിഞ്ഞ പഠനോപകരണ വിതരണത്തിന് നിറസാന്നിധ്യമായിരുന്നു. കുട്ടികൾക്ക് പഠനോപകരണ വിതരണങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി വിതരണം ചെയ്ത വ്യക്തിയാണ്. നമുക്കറിയാം, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുൻകാല വാട്സപ്പ് ഗ്രൂപ്പ് എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ അറിയാം. നമ്മുടെ ദേവസ്വത്തിൻ്റെ പേരിൽ ഈ സ്റ്റേജിലേക്ക്, ഈ സദസ്സിലേക്ക് ഞാൻ വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ശ്രീമതി KV ശ്രീലത ടീച്ചറെ കുറിച്ച് രണ്ട് വാക്ക് പറയേണ്ടതുണ്ട്. ഭാരതീയ വിദ്യാനികേതൻ പത്തനംതിട്ട ജില്ലാ സംസ്കൃത പ്രമുഖാണ്. സംസ്കൃതം പറയുമ്പോൾ നമുക്ക് പേടിയാണ്. നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം ആചാര്യന്മാർ രചിക്കപ്പെട്ടത് സംസ്കൃതത്തിലാണ്. സത്യം പറഞ്ഞാൽ ടീച്ചർ ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാണ് ഇവിടെ സംസ്കൃതം എന്താണെന്ന് നമുക്കറിയാൻ പറ്റുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സംസ്കൃത ക്ലാസ്സുകളിൽ നമ്മളൊന്നും കയറാറില്ല പേടിച്ചിട്ട്. അപ്പോൾ സംസ്കൃതം അനിവാര്യമായ വേദങ്ങളും ഉപനിഷത്തുകളിലെ അന്തസത്ത മനസ്സിലാക്കുവാൻ വളരെ പ്രയോജനപ്പെട്ട ഒരു ഭാഷയാണ് സംസ്കൃതം. കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, ഞാനിവിടെ സംസ്കൃതത്തിൽ പ്രസംഗിച്ചോട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട, ഇവിടെ എല്ലാവരും മലയാളം അറിയാവുന്നവരാണ്, അതുകൊണ്ട് മലയാളത്തിൽ പ്രസംഗിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം സംസ്കൃതത്തിൽ അതീവ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്. നമുക്കൊരു 10 മിനിറ്റ് പ്രഭാഷണത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം, നമ്മളിവിടെ ഒരു ആധ്യാത്മിക പഠന ക്ലാസ് ജാനുവരി മാസം 2025 തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആധ്യാത്മിക പഠന ക്ലാസ്, യോഗ എന്നീ ക്ലാസ്സുകൾ ഇപ്പം നിലവിൽ നടത്തുന്നത് ടീച്ചറാണ്. അപ്പം ഇത്ര പഠന ക്ലാസ്സുകളുടെ നിയന്ത്രണവും അത് നടത്തിക്കൊണ്ടു പോക്കലും എല്ലാം ദേവസ്വം ശ്രീമതി ശ്രീലത ടീച്ചറെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ കഴിവ് ഞങ്ങൾ മനസ്സിലാക്കി അദ്ദേഹത്തെ ഇത്തരം ചുമതലകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ സ്റ്റേജിൽ വന്ന് നമ്മുടെ ഈ സദസ്സിനെ ധന്യമാക്കിയ ശ്രീമതി ശ്രീലത ടീച്ചറെ വളരെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത സ്വാഗതം ആശംസിക്കേണ്ട വ്യക്തി, തിരുവുത്സവത്തിൻ്റെ എന്താ പറയേണ്ടത്, തിരുവുത്സവത്തിൻ്റെ റഫറി എന്ന് പറയും, കൺവീനർ, അതായത് മൊത്തം നിയന്ത്രിക്കുന്ന വ്യക്തി, ജനറൽ കൺവീനർ ശ്രീ EP രാധാകൃഷ്ണൻ അവറുകളാണ്. നമുക്കറിയാം, ഏകദേശം ഒരു 20 കൊല്ലത്തോളം കാലം അദ്ദേഹം നമ്മുടെ നാട്ടിലില്ലായിരുന്നു, വിദേശത്തായിരുന്നു. ഇവിടെ വന്ന് എങ്ങനെയോ ഈ പ്രാവശ്യം 2024 തിരുവുത്സവത്തിൻ്റെ കൺവീനർ സ്ഥാനം അദ്ദേഹത്തിൻ്റെ കഴുത്തിലേക്ക് വെച്ച് കൊടുത്തു. ശകലം ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഇടയ്ക്ക് പ്രഷർ കൂടുന്നുണ്ടെന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ കുടുംബപരമായി ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അമ്മയ്ക്ക് മേലെ, അങ്ങനെ ജീവിത സാഹചര്യങ്ങൾ ഒത്തിരി. എന്നാലും അദ്ദേഹത്തിനാൽ കഴിയാവുന്ന 100% ആത്മാർത്ഥതയോടുകൂടി ഇന്നേ വരെ ഈ തിരുവുത്സവത്തിൽ സഹകരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഒരു ജനറൽ ദേവസ്വം സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് സദസ്സിനെ അറിയിക്കേണ്ടതുണ്ട്. എനിക്കെല്ലാം അതിലധികം സന്തോഷമുണ്ട്. അപ്പം അദ്ദേഹത്തിന് എൻ്റെയും നിങ്ങളുടെയും എല്ലാം സ്നേഹത്തിൻ്റെ ഭാഷയിലുള്ള സ്വാഗതം ഈ സ്റ്റേജിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. നമ്മുടെ വിശിഷ്ട വ്യക്തികൾ എത്തുന്നുണ്ട്. മുഖ്യ പ്രഭാഷണം നൽകാവുന്ന ചാണ്ടിയമ്മൻ സാറ് എത്തിയിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ മുഖ്യ പ്രഭാഷണം നടത്തുവാൻ ഈ തിരക്കിനിടയിൽ ഓടിയെത്തിയ ചാണ്ടിയമ്മൻ സാറിനെ ഞാൻ സ്വാഗതം ആശംസിച്ച് കഴിഞ്ഞതാണ്. എന്നാലും അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ ഒന്നും കൂടെ നിങ്ങൾക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു.
നമ്മുടെ ദീർഘകാലം MLA ആയിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനാണ്. ഒരു പ്രത്യേകമായ ഒരു റിക്വസ്റ്റാണ് സാറ്, ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ഒന്നാമത്തെ കാര്യം വഴി പ്രശ്നങ്ങളുണ്ട്, 12 സെൻറ്റ് സ്ഥലമുണ്ട്, ഞങ്ങൾ ധാരാളം സേവന പ്രവർത്തനങ്ങൾ ഉള്ള സാമ്പത്തികത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറിനെ സംബന്ധിച്ച് സാറിൻ്റെ കഴിവിനനുസരിച്ച് നമ്മുടെ ക്ഷേത്ര വികസനത്തിന് വേണ്ടി സഹായിക്കണമെന്ന് ഭഗവത് നാമത്തിൽ ഞാൻ സ്നേഹത്തോടെ അറിയിക്കുന്നു. സാറിൻ്റെ ഭാഗത്തുനിന്ന് 100% സപ്പോർട്ട് നമുക്ക് കിട്ടും, ഉറപ്പാണ്. ഉമ്മൻചാണ്ടി സാറിനോട് ഒരു കാര്യം പറഞ്ഞിട്ട് സാർ ഇതുവരെ ഒരു കാര്യത്തിന് നോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ കാര്യം കൂടെ എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഈ ഇത്രയും ശകലം വൈകിയെങ്കിലും ഇത്രയും ജനക്കൂട്ടം വന്ന് നമ്മുടെ ഈ സ്റ്റേജിനെ ധന്യമാക്കിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഈ പ്രസ്തുത പരിപാടിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു. സമയം വൈകി അധികം ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി ബിഷപ്പ് ബിനു. അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ്. അധ്യക്ഷ പ്രസംഗം ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ശ്രീ KP സഞ്ജയനാണ്. തൻ്റെ ബിസിനസിന്റെ തിരക്കിനിടയിലും ക്ഷേത്ര പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്തുകയും എല്ലാ ഭക്തജനങ്ങളെയും കുടുംബാംഗങ്ങളെ പോലെ ചേർത്ത് പിടിച്ച് ഒരുമയോടെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ദേവസ്വത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ KP സഞ്ജയൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഹലോ. ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട മന്ത്രി നമ്മുടെ സ്വന്തം VN വാസവൻ ചേട്ടൻ, ആദരണീയായ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സത്യോജാതക ശിവം ഗോപാലകൃഷ്ണാചാര്യ, മുഖ്യപ്രഭാഷണം നടത്തുന്ന നമ്മുടെ പ്രിയങ്കനായ MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ, തിരുവുത്സവ സന്ദേശം നൽകുന്ന റബ്ബർ ബോർഡ് ചെയർമാൻ ശ്രീ N ഹരി, ആശംസകൾ അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഇവിടെ താമസിച്ചിരുന്ന പാമ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരി സാറ്, പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ VN പ്രദീപ്, ഇവിടുത്തെ അംഗവും ഭാരതീയ വിദ്യാനികേതൻ പത്തനംതിട്ട ജില്ലാ സംസ്കൃത പ്രമുഖമായ ശ്രീമതി KV ശ്രീലത, ആദരവ് ഏറ്റുവാങ്ങുന്ന ബ്രഹ്മനാഥോപ സകൽ ശ്രീ പനച്ചിക്കാട് സദാശിവൻ, ശ്രീ മനോജ് ഭാസ്കർ, ശ്രീ കണ്ണൻ ദാമു, നമ്മുടെ മാർഗദർശിയായി ഇവിടെ ആദരിക്കപ്പെടുന്ന മുതിർന്ന കർത്താക്കൾ, സദസ്സിൽ ഉപവിഷ്ടരായ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഏവർക്കും നമസ്കാരം. തിരുവുത്സവത്തിന് ആരംഭം കുറിച്ച തൃക്കോടിയേറ്റ് കഴിഞ്ഞ ഈ ധന്യമുഹൂർത്തത്തിൽ പ്രത്യേക ക്ഷണിതാക്കളായി എത്തിയ വിവിധ മേഖലകളിൽ നിന്നുള്ള വ്യക്തിത്വങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വൃശ്ചികം 1 മുതൽ 36 ദിവസം വളരെ ഗംഭീരമായി നടന്ന ഭക്തിനിർഭരമായ ഭജനയും അതിനോടനുബന്ധിച്ച് ഭക്തരുടെ വഴിപാടായി അന്നദാനവും നടന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ വിവിധ ക്ഷേത്ര ചടങ്ങുകൾ, കലാപരിപാടികൾ, സമാപനത്തിൻ്റെ സമയം ഡിസംബർ 26 നടക്കുന്ന ആറാട്ടുഘോഷയാത്ര എന്നിവയോടുകൂടി ഈ വർഷത്തെ തിരുവുത്സവം മണ്ഡലകാല പൂജയും സമാപിക്കുന്നതാണ്. ഈ മഹസംരംഭത്തിന് എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം ഭഗവന്നാമത്തിൽ അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഭഗവാൻ ശ്രീ വിരാട് വിശ്വബ്രഹ്മദേവൻ്റെ കൃപാകടാക്ഷം എല്ലാവരിലും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി സഞ്ജയൻ. അടുത്തതായി മുഖ്യ പ്രഭാഷണ കർമ്മമാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മുടെ ക്ഷേത്രത്തിൻ്റെയും സമുദായത്തിൻ്റെയും ആഘോഷ ആചാര നിമിഷങ്ങളിലെല്ലാം നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട വേദികളിൽ നിറസാന്നിധ്യമായിരുന്ന പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിൻ്റെ പിൻഗാമിയായി നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട MLA ചാണ്ടി ഉമ്മൻ അവർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഏറ്റവും പ്രിയപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ KP സഞ്ജയൻ അവർ, ആദരണീയനായ റബ്ബർ ബോർഡിൻ്റെ മെമ്പർ ശ്രീ N ഹരി അവർ, ഏറ്റവും പ്രിയപ്പെട്ട, നമുക്ക് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം. ആ ഒരു കാലം എന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എന്നോട് സൂചിപ്പിച്ച ഒരു കാര്യം, ഈ ക്ഷേത്രത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഫണ്ട് നൽകണമെന്നാണ്. അത് തീർച്ചയായിട്ടും വരുന്ന സാമ്പത്തിക വർഷം നൽകിയിരിക്കും എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട നമ്മുടെ മന്ത്രിയും ഈ അവസരത്തിൽ ഇങ്ങോട്ട് കടന്നു വരുന്നു. അദ്ദേഹത്തെ ഈ ക്ഷേത്രത്തിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്കു ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.
ഈ സമ്മേളനത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടത് ബഹുമാനപ്പെട്ട മന്ത്രി അവർകളാണ്. അദ്ദേഹത്തിന് വേണ്ടിയായിരുന്നു നമ്മൾ കാത്തിരുന്നത്. ഏത് കർമ്മമേഖലയിൽ പ്രവർത്തിക്കുന്നുവോ ആ കർമ്മമേഖലയെ ഒന്നാമതെത്തിക്കുകയും അതോടൊപ്പം നിസ്തുലമായ സേവനത്തിലൂടെ പടിപടിയായി ഉയർന്ന് സംസ്ഥാന ഭരണചക്രത്തിലെ അതിപ്രധാനമായ 4 പ്രധാന വകുപ്പുകളുടെ സാരഥിയാവുകയും ചെയ്ത ബഹുമാനപ്പെട്ട ശ്രീ VN വാസവൻ അവർക്ക് വരും കാലങ്ങളിൽ പാമ്പാടിയിൽ നിന്ന് ഒരു സംസ്ഥാന സെക്രട്ടറിയും ഒരു മുഖ്യമന്ത്രിയും പാമ്പാടിയിൽ നിന്നുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ആശംസകളോടെ സമ്മേളനത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി ശ്രീ VN വാസവൻ അവരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ KP സഞ്ജയൻ, ബഹുമാനായ നമ്മുടെ MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ, പ്രിയങ്കരനായ ശ്രീ N ഹരി, ശ്രീ പനശ്ശിക്കാട് സദാശിവൻ, ശ്രീ മനോജ് ഭാസ്കർ, ശ്രീ കണ്ണൻ K ദാമു തുടങ്ങി വേദിയിലുള്ള ശ്രീ P ഹരികുമാർ, ശ്രീ VM പ്രദീപ്, ശ്രീമതി KV ശ്രീലത ടീച്ചർ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ നേരത്തെ ഇവിടെ സമയമെങ്കിൽ ആദ്യം ഇവിടെ നടത്തിയിട്ട് പോകാൻ ഹനിക്കാട് ക്ഷേത്രത്തിൽ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ആദ്യം ഇവിടെ വന്നിട്ട് പോകാനായിട്ടാണ് ശ്രമിച്ചത്. അപ്പോൾ കുടിയോർത്തരാകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ്ടും കോട്ടയത്ത് മറ്റൊരു പരിപാടിക്ക് പോകേണ്ടി വന്നത്. മാത്രമല്ല, ഇന്ന് അവിചാരിതമായി പ്രത്യേക ക്യാബിനറ്റ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പുതിയ ടൗൺഷിപ്പ് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചേരേണ്ടി വന്നു. അതാണ് പരിപാടിയിൽ കാലതാമസം വന്നത് ക്ഷമിക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ വിരാട് വിശ്വ ബ്രഹ്മക്ഷേത്രത്തിൽ തിരുവുത്സവവും മണ്ഡല പൂജയുടെ സമാപനവുമാണ് നടക്കുക. എല്ലാ വർഷവും ഈ ക്ഷേത്രത്തിൽ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി മണ്ഡല മഹോത്സവം വളരെ ഭംഗിയായും ചിട്ടയായും നടന്നു വരുന്നു, നമ്മളെല്ലാം കാണാറുള്ളതാണ്. മണ്ഡല മഹോത്സവങ്ങളുടെ സമാപനം എല്ലാവർക്കും അറിയാവുന്നതുപോലെ 25-26 തീയതികളിൽ നടക്കുകയാണ്. ശബരിമലയിലാണെങ്കിൽ 25-ാം തീയതി തങ്കഅങ്കി പമ്പയിൽ ഉച്ചയോടുകൂടി എത്തും. സന്നിധാനത്തിൽ മണ്ഡല പൂജ നടക്കുന്നത് 26-ാം തീയതി 12:30 മണിയോടുകൂടിയാണ്. ഞങ്ങളെല്ലാം നാളെ വൈകിട്ടോടുകൂടി ശബരിമലയ്ക്ക് യാത്ര തിരിക്കും. അപ്പോൾ പൊതുവിൽ മണ്ഡല പൂജയുടെ ഒരു കാലഘട്ടമാണ്. ഈ ക്ഷേത്രത്തിലും എല്ലാ വർഷവും കൃത്യമായി 41 ദിവസം വിവിധ പരിപാടികളോടുകൂടി ആചാരാനുഷ്ഠാനങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് ഇവിടെ ഉത്സവം നടന്നു വരാറുണ്ട്. 41 ദിവസത്തെ വ്രതങ്ങളുടെ എല്ലാ ഉള്ളടക്കത്തോടു കൂടിയാണ് സാധാരണ ശബരിമല ഉൾപ്പെടെ വിവിധ ക്ഷേത്രങ്ങളിൽ മണ്ഡല പൂജകൾ നടക്കാറുള്ളത്. ശബരിമലയിൽ ഈ പ്രാവശ്യത്തെ മണ്ഡല മഹോത്സവവുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ വിപുലമായി കാലേകൂട്ടി ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള തീർത്ഥാടനത്തിന് ആർക്കും ഒരു പരാതിയോ പരിഭവമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഉണ്ടാവാതെ വളരെ സുഖദർശനം. ഇപ്പോൾ നമ്മുടെ MLA ഉൾപ്പെടെ പോയിട്ട് വന്ന വല്ല കുഴപ്പമുണ്ടായിരുന്നു അല്ലേ? യെസ്, സാക്ഷിയാ പുള്ളി. ഇന്നലെ കെ മുരളീധരനും ഇന്നലെ നമ്മുടെ V മുരളീധരനും, മുൻ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം. അതുപോലെ K മുരളീധരനും മുൻ മന്ത്രിയാണ്, MP ആണ്. ഇവർ രണ്ടുപേരും ഇന്നലെ പരസ്യമായി ചാനലുകാരോടൊക്കെ പറഞ്ഞ് ഞങ്ങൾ കണ്ടു. അപ്പം ഞാൻ പറയുന്ന മാത്രമല്ല, ഞാനിതിൻ്റെ സംഘാടകൻ എന്ന രൂപത്തിൽ ഞങ്ങൾ നടത്തിയ പരിശ്രമങ്ങൾ വിജയം കണ്ട് ഞങ്ങൾക്കതിലൊരു സംതൃപ്തിയാണ്. ഞങ്ങൾ കാലേ കൂട്ടി 4 മാസം മുമ്പ് തന്നെ ശബരിമല തീർത്ഥാടനം ഒരു വിഷമവുമില്ലാതെ എല്ലാവർക്കും സുഖമായി നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചിരുന്നു. ആ പരിശ്രമത്തിൽ ഇപ്പോൾ പമ്പയിൽ കാണുന്ന ഏതാണ്ട് 20,000 സ്ക്വയർ ഫീറ്റ് നടപ്പന്തൽ, അതുപോലെ 17,000 സ്ക്വയർ ഫീറ്റ് നിലയ്ക്കൽ നടപ്പന്തൽ, ഇതെല്ലാം ഈ പ്രാവശ്യം ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അവിടെ എല്ലാം വിരിവയ്ക്കാനുള്ള സൗകര്യങ്ങൾ, സന്നിധാനത്തിൽ വേണ്ട 3000-ലധികം ആളുകൾക്ക് പ്രത്യേകമായ സൗകര്യം വേറെ ഒരുക്കിയിട്ടുണ്ട്. 7,000-ഓളം പേർക്ക് പമ്പയിൽ നിൽക്കാനുള്ള സൗകര്യം, നനയാതെയും വെയിലുള്ളത് നിൽക്കാനുള്ള സൗകര്യം, എല്ലാ സൗകര്യങ്ങളും
നിൽക്കുന്ന ആളുകൾക്കെല്ലാം ചുക്ക് കാപ്പി, കട്ടൻ കാപ്പി, ബിസ്ക്കറ്റൊക്കെ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനം. ഏതെങ്കിലും വിഷമം ഉണ്ടായാൽ അവരെല്ലാം പരിചരിക്കാനുള്ള വളണ്ടിയേഴ്സ്, എല്ലാം ഭംഗിയായി അവിടുത്തെ ശുചീകരണ പ്രവർത്തനം നടത്താനുള്ള ടീം. 13,600 പോലീസുകാരെയാണ് ശബരിമലയിൽ വിന്യസിച്ചിരിക്കുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ ഒരു മിനിറ്റിൽ 65 പേരായിരുന്നു 18ാം പടി കയറിയിരുന്നത്. ഇപ്പോൾ ഒരു മിനിറ്റിൽ 90 പേര് വരെ കയറിയ ദിവസങ്ങളുണ്ട്. ഞങ്ങൾ 85 പേരാണ് ശരാശരി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കയറ്റാനുള്ള സൗകര്യം ഉണ്ടാക്കിയ മുമ്പ് പോലീസുകാർ വടത്തെ ഞാൻ നിന്ന് അവരുടെയും കുഴപ്പമില്ല, അവരെത്രയോ കഷ്ടപ്പെട്ടാണ് പോലീസുകാരുടെ ഒരു പണി നടക്കുന്നത്. ആ സേവനം മഹത്തരാണ്. അപ്പോൾ അവർക്ക് ഇരുന്ന് ആളെ കയറ്റി വിടാനുള്ള സൗകര്യം ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അപ്പോഴേക്ക് ആ 65-85 ശരാശരി മാറി. ഇന്നലെ 95,000-ഓളം പേര് ഇന്നലെ ശബരിമല വന്നു. 80,000 ആണ് ലിമിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ 15,000 പേര് കൂടുതൽ വന്നിട്ടും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ശബരിമല സുഖമായ ദർശനം ഇന്നലെ നടന്നു. എല്ലാവർക്കും അന്നദാനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തൊഴാൻ സൗകര്യം കിട്ടി. എല്ലാവർക്കും അരവണ വാങ്ങിക്കാനുള്ള സൗകര്യം കിട്ടി. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങളെല്ലാം ശബരിമല തീർത്ഥാടനം ഇതുവരെയുള്ള നമ്മുടെ വൃശ്ചിക 1 മുതൽ ഇപ്പോൾ ഈ വരുന്ന 25-26 തീയതിയിലാണ് സമാപിക്കാൻ പോകുന്ന മണ്ഡല മഹോത്സവം. ആ ദിവസങ്ങൾ വരെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും തങ്കഅങ്കി പുറപ്പെട്ടു കഴിഞ്ഞു. ആ ഘോഷയാത്ര 25-ാം തീയതി 1 മണിയോടുകൂടി പമ്പയിലെത്തും. വൈകിട്ട് 4 മണിയോടുകൂടി സന്നിധാനത്തിലെത്തി 5 മണിക്ക് അത് ചാർത്തും. പിറ്റേ ദിവസം 26-ാം തീയതി 12 മണിയോടുകൂടിയാണ് മണ്ഡല പൂജ ശബരിമലയിൽ നടക്കുക. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിനുശേഷം നട രാത്രി ഹരിവരാസനം പാടി അടയ്ക്കും. പിന്നീട് 30-ാം തീയതിയോട് കൂടിയായിരിക്കും നട തുറക്കുക. അത് പിന്നീട് എല്ലാവർക്കും അറിയാവുന്ന ഒരു മകരവിളക്ക് 14-ാം തീയതിയാണ്, ജനുവരി 14. സാധാരണ 13 ഈ പ്രാവശ്യം ജനുവരി 14 വരാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായി ആ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കാൻ വേണ്ടി കാലകൂട്ടി എല്ലാ ഇടത്താവളങ്ങളും ഉള്ള വൈക്കം ക്ഷേത്രം, ഏറ്റുമാനൂർ ക്ഷേത്രം, കടപ്പാട്ടൂർ ക്ഷേത്രം, ചെങ്ങന്നൂർ ക്ഷേത്രം, പന്തളം ക്ഷേത്രം, കൊട്ടാരം, അതുപോലെ പുനലൂർ ക്ഷേത്രം, പത്തനംതിട്ട, ഇവിടെല്ലാം എരുമേലി ഉൾപ്പെടെ നേരത്തെ തന്നെ ഞങ്ങൾ ഇടത്താവളങ്ങളിൽ മുഴുവൻ മീറ്റിംഗ് കൂടി എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി. അതിൻ്റെ എല്ലാം നല്ല നെറ്റ് റിസൾട്ടാണ്, ഫലം കണ്ടു എന്നുള്ളതാണ് പരാതിരഹിതമായി ശബരിമല തീർത്ഥാടനം ഇതുവരെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. നിശ്ചയമായും നമ്മുടെ ക്ഷേത്രങ്ങളിലെയൊക്കെ തന്നെ ആചാരാനുഷ്ഠാനങ്ങൾ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ പാലിച്ചുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുവിൽ എല്ലാ ക്ഷേത്രങ്ങളും നിങ്ങൾക്കറിയാവുന്നതുപോലെ ആചാരാനുഷ്ഠാനങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്താതെ ആ ക്ഷേത്രങ്ങളിലെ എല്ലാം നടന്നു വരുന്ന ഉത്സവങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടത്താനുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ കാലത്ത് നമുക്ക് വന്ന 2 ബുദ്ധിമുട്ട്. ഒന്ന്, നമുക്ക് ആന എഴുന്നള്ളിക്കുന്ന രംഗത്ത് കോടതി ഇടപെട്ടു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ സുപ്രധാനമായ ഒരു വിധി വന്നു. ആനയെ കൃത്യമായി 3 മീറ്റർ അകലെ മാത്രമേ നിർത്താവുള്ളൂ. ജനങ്ങളുമായി 8 മീറ്റർ അകലെ മാത്രമേ നിർത്താവൂ. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പലയിടത്തും എഴുന്നള്ളത്തും നടക്കില്ല. മാത്രവുമല്ല, ചില ക്ഷേത്രങ്ങളിൽ ഇടയില്ലാതെ വരും. ഇപ്പോൾ പൂരം നടക്കുന്ന തൃശ്ശൂരാണെങ്കിൽ ആന എഴുന്നള്ളത്ത് നടക്കാതെ വരും. ചില ക്ഷേത്രങ്ങളിൽ, ഇപ്പോൾ വൈക്കം ക്ഷേത്രത്തിൽ 9 ആനകളുണ്ടെങ്കിൽ അവിടുത്തെ തിടമ്പ് എഴുന്നള്ളിക്കാൻ അഷ്ടമിയുടെ ഒന്ന് പറ്റും. അപ്പോൾ അതിന് പകരം എത്ര ആനയെ നിർത്താൻ പറ്റും? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളെന്ന് വന്നപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി നമുക്ക് മാനിക്കുകയും വേണം. അപ്പോൾ അതിനെതിരെ ഇപ്പോൾ തിരുവാമ്പാടി ക്ഷേത്രം, അതേപോലെ പാറമേക്കാവ് ക്ഷേത്രവും സുപ്രീം കോടതി മുമ്പാകെ പോയി. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി സ്റ്റേ ചെയ്തിരിക്കുന്നു. സ്റ്റേ ചെയ്തപ്പോൾ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് നടത്തേണ്ട ക്ഷേത്രങ്ങളെ ആനയെ പഴയതുപോലെ എഴുന്നള്ളിക്കാനുള്ള സൗകര്യം താൽക്കാലികമായി വന്നിരിക്കുന്നു. ഇനി അതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ്. ഏതായാലും അവരെ അപ്പീലിന്മേൽ അടിസ്ഥാനമുണ്ടെന്നുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് സ്റ്റേ നൽകാൻ സുപ്രീം കോടതി തയ്യാറായത്. നമ്മുടെ നാട്ടിലെ ആചാരാനുഷ്ഠാനങ്ങൾ ക്ഷേത്രങ്ങൾ നടക്കുന്നതൊക്കെ തന്നെ നടക്കണം. അത് ചിലയിടത്ത് ആന എഴുന്നള്ളിക്കേണ്ടി വരും, ചിലയിടത്ത് കൃത്യമായി പൂജ കർമ്മങ്ങളെല്ലാം നടക്കേണ്ടി വരും, ഘോഷയാത്ര വേണ്ടി വരും. ഇതെല്ലാം വരുമ്പോൾ അപ്പം അത് ഏതർത്ഥത്തിലായിരുന്നാലും നമുക്ക് ഈ കാര്യത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾക്കൊന്നും മുടക്ക് വരാതെ നടക്കാൻ വേണ്ടി കോടതി വിധികൾ മാനിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവണം. അതാണ് സുപ്രീം കോടതി വിധി ഇപ്പം നമ്മൾ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന പുതിയ വെടിക്കെട്ടിലെ ഒരു പ്രശ്നമാണ്, നിബന്ധനകളാണ്. വെടിക്കെട്ട് ഇപ്പം മുമ്പ് നടത്തിക്കൊണ്ടിരുന്നതൊന്നും നടത്താൻ പറ്റാത്ത രൂപത്തിലേക്ക് കേന്ദ്രം ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ആ നിയമം നമുക്ക് ക്ഷേത്രങ്ങൾക്കെല്ലാം പാരയാണ്. പള്ളികൾക്കുമൊക്കെ 45 മീറ്റർ അകലെ
മനുഷ്യനെ നിർത്തിക്കൊണ്ട് വെടിക്കെട്ട് നടത്താനുള്ള സൗകര്യമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പം 100 മീറ്റർ അകലെയാണ് പുതിയതായി വരുന്ന നിബന്ധനകൾ വരുന്നത്. അപ്പോൾ 35ഓളം ഭേദഗതിയാണ് ഇപ്പോൾ നമ്മൾ എക്സ്പ്ലോസീവ് പ്രയോഗിക്കുന്ന രംഗത്ത്, പ്രത്യേകിച്ച് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നു. ഞാൻ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന് ഒരു കത്തയച്ചിരുന്നു. കേരളത്തിൽ നിരവധി ക്ഷേത്രങ്ങളിൽ വെടിക്കെട്ട് നടക്കുന്നുണ്ട് ഉത്സവത്തോടനുബന്ധിച്ച്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ നിയമം പിൻവലിക്കണം, മുമ്പത്തെ പോലെ തന്നെ വെടിക്കെട്ട് നടത്താനുള്ള സൗകര്യം വേണമെന്നാണ്. ഇപ്പം ക്രിസ്മസാണ്. ക്രിസ്മസ് വന്നപ്പോൾ ഈ നാട്ടിലൊക്കെ പടക്കം വയ്ക്കണ്ടേ? നമ്മുടെ ഈ നാട്ടിൽ സാധാരണക്കാർ ക്രിസ്മസ് ആഘോഷിക്കുന്നതും ന്യൂ ഇയർ ആഘോഷിക്കുന്നതും 4 പടക്കമൊക്കെ പൊട്ടിച്ചും അതിന്മേൽ വേറെ ഏതെങ്കിലും വലിയ കൊള്ളയോ കള്ളത്തരമൊന്നുമില്ല. അതെങ്ങും തൊടാൻ മേലെന്ന രൂപത്തിലാണ് ഈ നിയമം വന്നപ്പോഴേക്കും ഇപ്പോൾ പോലീസ് എല്ലാം പറയുന്നത്. ഞാനിന്നലെ പോലീസുകാരോട് പറഞ്ഞു, നിങ്ങൾ ഈ കാര്യത്തിൽ നിയമത്തിന് വഴിക്ക് പൊക്കോട്ടെ നടപ്പാക്കുന്നുണ്ട്. നാട്ടിൽ ക്രിസ്മസിന് 10 പടക്കം പൊട്ടിച്ചില്ലേ, ന്യൂ ഇയറിനും പടക്കം പൊട്ടിച്ചില്ലേ ക്രിസ്മസ് ആകുമോ? അതുപോലെ ക്ഷേത്രങ്ങളിൽ വെടിക്കെട്ട് വേണ്ടിടത്ത് വെടിക്കെട്ട് വേണം, ആന എഴുന്നള്ളിക്കൊടുത്ത് ആന എഴുന്നള്ളിക്കണം. അതേസമയത്ത് കോടതി വിധികൾ പാലിച്ചുകൊണ്ടായിരിക്കണം അതെല്ലാം ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടപെടൽ ഇപ്പം നമുക്ക് ആശ്വാസം നൽകുന്നു. ഒപ്പം ഈ വെടിക്കെട്ടിൻ്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ആ നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടതുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഈ കാലഘട്ടത്തിൽ വളർന്നു വരികയാണ്. പൊതുവിൽ നമ്മുടെ ക്ഷേത്രങ്ങളെയൊക്കെ സംബന്ധിച്ചോളം അതിൻ്റെ എല്ലാം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് പൊതുവായ കാഴ്ചപ്പാടോടെ വളർത്തിയെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നു. ഏതായിരുന്നാലും നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനത്തിലും കലാപരിപാടികളും, ക്ഷേത്രങ്ങളിൽ കലാപരിപാടി നടക്കുന്നതിനും പ്രധാനപ്പെട്ട പ്രാധാന്യമുണ്ട്. ക്ഷേത്രങ്ങളിലെ കലാപരിപാടികളും വഴിപാടും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം കൂടിച്ചേരുന്നതാണ് ഉത്സവം. അപ്പോൾ ഈ കലാപരിപാടികൾക്കുള്ള പ്രത്യേകത എന്താ? ഇപ്പം ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഇപ്പോൾ കഥകളി ഉണ്ടാവും, കൂടിയാട്ടം ഉണ്ടാവും, ചാക്യാർകൂത്തുണ്ടാവും, ഓട്ടംതുള്ളലുണ്ടാവും, നാടകമുണ്ടാവും, മിമിക്രി ഉണ്ടാവും, ഗാനമേള ഉണ്ടാവും, അല്ലെങ്കിൽ ബാലയുണ്ടാവും. ഈ പറയുന്ന കലകളിലെല്ലാം അടങ്ങിയിരിക്കുന്ന നമ്മുടെ സാംസ്കാരിക രംഗത്ത് നമുക്കൊരു പുരോഗതി ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഒട്ടനവധി ഘടകങ്ങൾ അതിലെല്ലാം അടങ്ങിയിരിക്കുന്ന കലാപരിപാടി വിരുന്നുകളിലെല്ലാം. ഇപ്പോൾ സമകാലീന സാമൂഹ്യ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളെ ഹൃദയസ്പർശിയായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കലയും സാഹിത്യമൊക്കെയാണ്. ആ കലാപരിപാടികളായിരിക്കും ഇവിടെ കൊണ്ട് മനോഹരമായി അവതരിപ്പിക്കുന്നത്. ആ കല അവതരിപ്പിക്കുമ്പോൾ അത് ആസ്വദിക്കാൻ വരുന്ന പൊതുജനങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ ചില സാമൂഹ്യ വിഷയങ്ങൾ ഒരുപക്ഷെ വാചാലമായി ഞങ്ങൾ സ്റ്റേജുകളിൽ നിന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഈ കലയും അതുപോലെ തന്നെ ഈ സാഹിത്യമല്ല. ഒരു ഉദാഹരണം, മുമ്പ് പൊൻകുന്നം വർഗീസ് സാർ നിങ്ങൾക്കെല്ലാം അറിയാം, ആലാമ്പള്ളി സ്കൂളിലെ അധ്യാപകനും സാറിൻ്റെ പേരിലാണ് ഈ സ്കൂൾ അറിയപ്പെടുന്നതും നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ആളാണ്. പണ്ട് ഈ വിലക്കയറ്റ വിരുദ്ധ സമരം സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങൾ സാറിനോട് പറഞ്ഞു, സാറ് വിലക്കയറ്റ വിരുദ്ധ സമരമാണ്, ഈ സമരത്തിന് പറ്റിയ ഒരു നാടകം, ലഘു നാടകം എഴുതി തരണം. സാറ് നാടകം എഴുതി തന്നു. ആ നാടകം നമ്മളിവിടെ അവതരിപ്പിച്ചു. ആ നാടകം എങ്ങനെയായിരുന്നു ചോദിച്ചാൽ, ഒരാൾക്ക് വാത കയറി. അപ്പോൾ ഒരു മന്ത്രവാദിയിൽ ഒരിക്കൽ വാത ഒഴിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ്. മന്ത്രവാദി ഈ വാത കയറിയ ആളിനെ പിടിച്ചിരുത്തി കളം വരച്ചു, പൂജയെല്ലാം നടത്തി. അവസാനം പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം മന്ത്രവാദി ചോറിലെടുത്ത് വാത കയറിയ ആളിനെ ഒന്നടിച്ചു, വാത ഒഴിഞ്ഞു പോകണം, ഇല്ല. 2 അടിച്ചു, ഒഴിഞ്ഞു പോകണം, ഇല്ല. 3 അടിച്ചു, വാത ഒഴിഞ്ഞു പോകണം, ഇല്ല. മന്ത്രവാദി ചോദിച്ചു വാത കയറിയ ആളിനോട്, ഒഴിഞ്ഞു പോകാൻ നിനക്ക് എന്ത് വേണം? തിരിച്ച് വാത കയറിയ ആൾ പറയുകയാണ്, അരിവില കുറയ്ക്കുകയാണെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ആയിരക്കണക്കിന് സ്റ്റേജുകളിൽ ഞങ്ങളിന്ന് വാചാലമായി ഈ നാട്ടിൽ അരിവില കൂടുതലാണ്, അതിൽ വിലക്കയറ്റമുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ എത്ര ഭംഗിയായി വളരെ പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലായി ആ വിഷയം. ഇതാണ് ഈ കലയ്ക്കും സാഹിത്യത്തിനുമുള്ള, അതും നമ്മുടെ ഉത്സവ പറമ്പുകളിൽ ചില വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ആ സാമൂഹ്യ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുകയാണ്. അത് വളരെ മനോഹരമായിരിക്കും. എന്ന് ചുരുക്കം പറയാം, ഒരു ക്ഷേത്രം ഇതുപോലെ കുറച്ചിപ്പുറത്ത് മാറി ഒരു ആൽത്തറയും മൈതാനവും. ആ ക്ഷേത്ര മൈതാനത്ത് ആൽത്തറ സ്വന്തം ഒരു സ്വകാര്യ വ്യക്തിയുടെയാണ്. ആ സ്വകാര്യ വ്യക്തിയുടെ പേര് ശങ്കുണ്ണി മേനോനാണ്. അപ്പോൾ വയലാർ ഇങ്ങനെയാണ് അത് അവതരിപ്പിക്കുന്നത്. അക്കളി യോഗമുടമസ്ഥനാണയാൾ തെക്കേ തലയ്ക്കലെ ശങ്കുണ്ണി മേനോൻ. എന്നുവെച്ചാൽ തെക്കേ തലയ്ക്കലെ ശങ്കുണ്ണി മേനോനാണ് ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ. ആൽത്തറയാണ്. ദിവസവും കഥകളിയാണ്. കഥകളി കൃഷ്ണപൂജയിലെയാണ്. കൃഷ്ണനും ഉണ്ടാവും, കുചേലനും ഉണ്ടാവും. ആ കഥകളിൽ കുചേലൻ്റെ വേഷമിടുന്നത് കുഞ്ചൻ നായരാണ്. കുഞ്ചൻ നായർ ജീവിതത്തിലും കുചേലനാണ്, കഥകളിയിലും കുചേലനാണ്. ശങ്കുണ്ണി മേനോനാകട്ടെ കൃഷ്ണൻ്റെ വേഷമിട്ടായിരിക്കും എപ്പോഴും രംഗത്ത് വരിക. അപ്പോൾ ഇതുപോലെ എല്ലാ ദിവസവും കഥകളി നടക്കുകയാണ്. ഇതുപോലെ കാണികളൊക്കെ വന്നിരിക്കുന്നു. അപ്പോൾ എല്ലാ ദിവസവും ആട്ടം കഴിയുമ്പോൾ ഈ മുമ്പിലൊരു തോർത്ത് വിരിക്കും. കാണികൾ ഇതുപോലെ ചാടി എഴുന്നേറ്റ് പോകാൻ നേരത്ത് പുക വലിച്ചെറിയും.
ശങ്കുണ്ണി മേനോൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസവും ഈ തോർത്തിൽ വരുന്ന അല്ലെ തുണിയിൽ വരുന്ന മുഴുവൻ തുകയും വാരി കെട്ടി സ്ഥലം വിടും. ഒരു ചില്ലിക്കാശ് പോലും ഈ കുഞ്ചൻ നായർ കൊടുക്കില്ല, കുചേലൻ്റെ വേഷം ഇടുന്നത്. അപ്പോൾ കുചേലൻ്റെ വേഷം ഇടുന്ന കുഞ്ചൻ നായർക്ക് ഒരു ചില്ലിക്കാശ് പോലും കിട്ടാതെ വരുമ്പോൾ ഈ ശങ്കുണ്ണി മേനോൻ നടത്തുന്ന ഈ കൊള്ള ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് ഒരു ദിവസം കുഞ്ചൻ നായർ തീരുമാനിച്ചു. അപ്പോൾ കൃഷ്ണൻ ദ്വാരകയിൽ നിന്ന് ഇറങ്ങി വരുന്നു. കുചേലൻ അവിപ്പതിയുമായി ഓടി വരുന്ന രംഗം എല്ലാ ദിവസവും ആലിംഗനത്തിൽ പ്രകടിപ്പിക്കും. പക്ഷെ അന്ന് ഒരു ദിവസം കുഞ്ചൻ നായർ തീരുമാനിച്ചു അവിപ്പതിക്ക് പകരം ഒരു കുടത്തണ്ട് കയ്യിൽ കയറി. കൃഷ്ണൻ ഓടി ഒന്ന് ആലിംഗനം ചെയ്യാൻ ഇങ്ങനെ വന്നപ്പോൾ ആ കുടത്തണ്ട് എടുത്ത് 2 പോട് വെച്ച് കൊടുത്തു ഈ ശങ്കുണ്ണി മേനോന്റെ മുഖത്ത്, കൃഷ്ണന്റെ മുഖത്ത്. ഇപ്പോൾ സദസ്സിന് ചാടി എഴുന്നേറ്റ് പുൽച്ചൂരു പോലാമ്പടി കെട്ട് തുള്ളിച്ചു ഗർജിച്ചു നാട്ടു പ്രമാണിമാരിങ്ങനെ കൃഷ്ണനെ തല്ലിയോ കുചേലൻ ആ ധിക്കാരകൃത്യമിരമ്പീജന ഹൃദയങ്ങളിൽ. കൃഷ്ണനെ തല്ലുകയോ? എല്ലാവരും ചാടി എഴുന്നേറ്റ് പുൽച്ചൂര് പോലാമ്പടി കെട്ട് തുള്ളിച്ചു ഗർജിച്ചു നാട്ടു പ്രമാണിമാരിങ്ങനെ കത്തിയടർന്നു മനയോല പോയി വീർത്തു വിഷണ്ണനായി ദ്വാരകാപാലകൻ. എന്നുവെച്ചാൽ കത്തിയടർന്നു മനയോല പോയി എല്ലാം വീർത്തു വിഷണ്ണനായി ദ്വാരകാപാലകൻ. ആര്? കൃഷ്ണൻ, ഈ ശങ്കുണ്ണി മേനോൻ. അപ്പോൾ തിരിച്ച് കാണികളെല്ലാം ചാടി എഴുന്നേറ്റ് ഇങ്ങോട്ട് മാറി സ്ഥലം നോക്ക് കമ്മ്യൂണിസത്തിന് കയറി കളിക്കുവാനുള്ളതല്ലി സ്ഥലം എന്ന് പറഞ്ഞിട്ടാണ് ചാടി എല്ലാവരും എഴുന്നേറ്റ്. അപ്പൊ കുഞ്ചൻ നായർ തിരിച്ചെന്ന് കാണികളോട് പറയുകയാണ്, ആട്ടം കഴിഞ്ഞു ഞാൻ വീട്ടിലെത്തും നേരം ഓടിയെത്തും 18 കണ്ണുകൾ. എന്ന് വെച്ചാൽ 9 പേര് വീട്ടിലുണ്ട്. ആ 9 പേര് ഓടിയെത്തുമ്പോൾ ആഴക്ക അരിക്ക് വകയേകുവാനാവതില്ല എനിക്ക് ആ സമയം എന്ന് വിശദീകരിക്കുകയാണ്. ഇവർക്ക് വൈകിട്ടത്തിന് അത്താഴത്തിന് കൊടുക്കാൻ, ആഴക്കരിക്ക് വക കൊടുക്കാൻ എൻ്റെ കയ്യിലൊരു വകയുമില്ല. ഞാൻ ജീവിതത്തിലും കുചേലനാണ്, ഈ കഥകളിയിലും കുചേലനാണ്. ഒരു ചില്ലി പൈസ ഈ കിട്ടുന്നതിൽ എനിക്ക് തരുന്നത് മുഴുവൻ വരിക്കെട്ടി ഈ ശങ്കുണ്ണി മേനോൻ കഥകളി എഴുമ്പോൾ കൊണ്ടുപോവുകയാണ് എന്ന് വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ പുൽച്ചൂര് പോലാമ്പടിക്കെട്ട് തുള്ളിച്ച് ഗർജിച്ചു നാട്ടു പ്രമാണിമാരപ്പോഴും കള്ളൻ കടന്നു പോവോ കൃഷ്ണൻ, അല്ലെങ്കിൽ ആ ചെള്ളയ്ക്ക് 2 കൊടുത്തേനെ ഞങ്ങളും. അപ്പൊ കാണികൾ അപ്പൊ പറയാണ്, അപ്പൊ ഈ പണിയാണ് ഇവിടെ നടന്നിരുന്നതെങ്കിൽ, ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും 2 കൊടുക്കുമായിരുന്നു എന്ന് കാണികൾ ചാടി പറയുന്നതാണ്. മനോഹരമായി ആ കവിത ഓട്ടംതുള്ളൽ രൂപത്തിൽ, കഥാപ്രസംഗ രൂപത്തിൽ സ്റ്റേജുകളിൽ അവതരിപ്പിക്കുന്നു. അപ്പൊ എങ്ങനെ ഒരു കല നാട്ടിൽ നിലനിൽക്കുന്ന ചൂഷണമായ ഒരു സാമൂഹ്യ ക്രമത്തെ സാധാരണക്കാരന് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ആ കവിതയിലൂടെ. അത് ഓട്ടംതുള്ളലായാലും കഥാപ്രസംഗമായാലും ബോധ്യപ്പെടുക. കാരണം കിട്ടുന്ന പൈസ മുഴുവൻ മുതലാളിയാകുന്ന ശങ്കുണ്ണി മേനോൻ വീട്ടിൽ കൊണ്ടുപോകുന്നു. ജീവിതത്തിലും കുചേലൻ, അഭിനയത്തിലും കുചേലൻ, ചില്ലിക്കൈസ് 9 പേർക്ക് കൊടുക്കാൻ എന്നും പട്ടിണി, മുഴുവൻ പട്ടിണി. അപ്പൊ ഇങ്ങനെയാണ് നാട്ടിൽ നടക്കുന്ന ചൂഷണം അല്ലെങ്കിൽ തങ്ങളെ കൊള്ളയടിക്കുന്നതെന്ന് സാധാരണക്കാരനെ ബോധ്യപ്പെടുത്താൻ ഒരു ക്ഷേത്രകലയായ കഥകളിൽ കൂടി വയലാർ രാമവർമ്മ രചിക്കുന്ന മനോഹരമായ കവിതയാണത്. അപ്പോൾ ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. നാട്ടിൽ നിലനിൽക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ഏറ്റവും നമുക്ക് ഉപയോഗിക്കാവുന്നത് കഥാപ്രസംഗമായിട്ട്, അതുപോലെ തന്നെ നാടകമായിട്ട്, അല്ലെങ്കിൽ മിമിക്രി ആയിട്ട്, ഇങ്ങനെ ധാരാളം കലാപരിപാടി, ഇതെല്ലാം കൂടെ കൂടിച്ചേരുന്നതാണ് ഉത്സവം. അവിടെ നിന്നാണ്, അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് നിങ്ങളെല്ലാം തമ്മിലുള്ള സൗഹൃദം പങ്കിടാനും സമ്പർക്കത്തിലൂടെയും ഒരു സംസ്കാരത്തെ തന്നെ പരിവപ്പെടുത്താൻ സഹായിക്കും നിങ്ങളുടെ ഈ കൂട്ടായ്മ. അപ്പം ഇത് കഴിഞ്ഞാൽ കുട്ടികൾ ഡാൻസിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ആ കലാവിരുന്നുകൾ അവതരിപ്പിക്കുന്ന കുട്ടികൾ തമ്മിലുള്ള സൗഹൃദം, പരസ്പര ബന്ധം, ആ കലാമൂല്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഉത്സവത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം ചേർന്ന് നമ്മുടെ ഉത്സവം ഒരു സാംസ്കാരിക ഉത്സവമായി രൂപാന്തരപ്പെടും. ഒരു ഭാഗത്ത് ആചാരാനുഷ്ഠാനങ്ങളും അല്ലെങ്കിൽ ആത്മീയ ചൈതന്യത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് വിശ്വാസി സമൂഹത്തെ ആനയിക്കുന്നത് പോലെ തന്നെ ഭൗതിക ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലേക്ക് സമൂഹത്തെ ആനയിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇന്ന് ക്ഷേത്രങ്ങളും വളർന്നു വരികയാണ്. അത് കലയിലൂടെ ആവാം, സാഹിത്യത്തിലൂടെ ആയിരിക്കാം, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ആവാം. ഇപ്പം നിരവധി ക്ഷേത്രങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കാടാമ്പുഴ ക്ഷേത്രത്തിൽ പോയിരുന്നു. പൂമൂടലാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട്. ചിത്രയ്ക്ക് അവാർഡ് കൊടുക്കാനാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു നല്ല ഡയാലിസിസ് സെൻറ്റർ ആരംഭിക്കുന്നു, അവിടെ ഒരു ഡിസ്പെൻസറി ആരംഭിക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞാൻ തന്നെ പോയി 56 കോടി രൂപ മുടക്കി മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് തറക്കല്ലിട്ടു. അപ്പോൾ അവിടെ വരുന്ന ഭക്തജനങ്ങളെ മുഴുവൻ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ക്ഷേത്രസന്നിധിയിൽ തന്നെ ആരോഗ്യ പരിപാലന കേന്ദ്രം ഞങ്ങൾ അവിടെ ഉദയം ചെയ്യാം. ശബരിമലയിൽ ഇപ്പോൾ ചില സ്ഥലത്ത് ഡയാലിസിസ് സെൻറ്റർ ആരംഭിക്കുകയാണ്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ഷേത്രാങ്കണങ്ങളിലെല്ലാം ആത്മീയ സങ്കേതങ്ങളാക്കി നമ്മൾ കൃത്യമായി അതിന് എല്ലാ അർത്ഥത്തിലും വഴിപാടുകളും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം നടപ്പാക്കി പോകുന്ന പോലെ തന്നെ ഭൗതിക ജീവിതത്തിൽ
നമ്മുടെ ഭക്തരെയും അതുപോലെ തന്നെ മറ്റു ജനങ്ങളെയും ആശ്വസിപ്പിക്കാനും സഹായിക്കാനും എന്തെല്ലാം കഴിയുമോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്ന ഒരു ഘട്ടമാണ് ക്ഷേത്രങ്ങളുടെ പ്രവർത്തനം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ സമ്പന്നമായ ഒരു സാംസ്കാരിക രൂപം വളർത്തിയെടുക്കാൻ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് കഴിയും, ഉത്സവങ്ങൾക്ക് കഴിയും. ഈ മണ്ഡല പൂജ 41 ഈ വരുന്ന 26-ാം തീയതി നടക്കുമ്പോൾ ഈ ക്ഷേത്രത്തിലും അതിൻ്റെ എല്ലാ വർഷവും നടക്കുന്ന പോലെയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ മുഴുവൻ പാലിച്ചുകൊണ്ട് ശ്രീ വിരാട് വിശ്വബ്രഹ്മക്ഷേത്രം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ തിരുവത്സവവും മണ്ഡലപൂജയും എല്ലാം കൃത്യമായി നടന്ന് വിജയകരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. സാറിൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടി വേദിയിൽ പറയേണ്ടതുണ്ട്. സാർ മന്ത്രിക്കും MLAക്കും ഹരിച്ചേട്ടനും ഒരു ആദരം ക്ഷേത്രം നൽകുന്നുണ്ട്. അപ്പോൾ ആ ആദരം ഒന്ന് സ്വീകരിച്ചിട്ട് ഹരിച്ചേട്ടൻ 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. ആദ്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ശ്രീ VN വാസവൻ അവർക്ക് ദേവസ്വം പ്രസിഡന്റ് ശ്രീ സഞ്ജയൻ നൽകുന്ന ആദരം. അടുത്തതായി നമ്മുടെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൻ്റെ MLA ശ്രീ ചാണ്ടി കൊമ്മന് ക്ഷേത്രം നൽകുന്ന ആദരം. അടുത്തതായി ചാണ്ടി ഉമ്മൻ അവർക്ക്. എല്ലാവരും ഒന്ന് കൈയടിക്കൂ. നമ്മുടെ ക്ഷേത്രത്തിലേക്ക് അദ്ദേഹം ആദ്യമായി എത്തുകയാണ്. MLA ആയതിനു ശേഷവും മുൻപും നന്നായിട്ട് കൈയടിക്കണം. കാരണം നമ്മൾ കൊടുക്കുന്ന ആദരമാണ് നമ്മുടെ കൈയടി. അടുത്തതായി റബ്ബർ ബോർഡ് മെമ്പർ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഹരിച്ചേട്ടന് ക്ഷേത്രത്തിൻ്റെ ആദരം. നമ്മുടെ ശബരിമലയുടെ തീർത്ഥാടനം ഇത്തവണ ഇത്രയും ഭംഗിയായി നിർവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിക്ക് നമ്മൾ നല്ലൊരു കയ്യടി കൊടുക്കണം. അദ്ദേഹം അത് അർഹിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സംഘാടന മികവ് പാമ്പാടിയിലും കോട്ടയം ജില്ലയിലും തിരിച്ചറിയാം. പക്ഷെ ഇന്ന് കേരളം ഒട്ടാകെയും സൗത്ത് ഇന്ത്യ ഒന്നാകെയും അത് തിരിച്ചറിയുന്നു. നല്ലൊരു കയ്യടി കൊടുക്കൂ. അടുത്തതായി തിരുവുത്സവ സന്ദേശം. രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിൽ കോട്ടയം ജില്ലയിലെ തന്നെ തിളക്കമുള്ള വ്യക്തിത്വവും യുവജനങ്ങളുടെ പ്രതീക്ഷയുമായ റബ്ബർ ബോർഡ് മെമ്പറായ ശ്രീ N ഹരിചേട്ടൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ KP സഞ്ജയൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ നമ്മുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള ശ്രീ VN വാസവൻ അവർ, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യനായ MLA ചാണ്ടി ഉമ്മൻ അവർ, അതുപോലെ തന്നെ ശ്രീ ഇവിടെ ആദരവ് വാങ്ങുന്ന ശ്രീ പരിച്ചിക്കാട് സദാശിവൻ, ശ്രീ മനോജ് ഭാസ്കർ, ശ്രീ കണ്ണൻ K ദാമു, അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ P ഹരികുമാർ, VM പ്രദീപ്, ശ്രീധരൻ ടീച്ചർ, അതുപോലെ തന്നെ ശ്രീ KP ആതിരവ് അംഗങ്ങളായ ശ്രീ KP കുട്ടപ്പനാചാരി വരിക്കമാക്കൽ, ശ്രീമതി അമ്മണി കയ്യാലപ്പറമ്പൽ, ശ്രീമതി സരോജിനി തങ്കച്ചൻ കടുപ്പിൽ, ശ്രീമതി സരസമ്മ ഗോപാലൻ മണ്ണാത്തി പാറയ്ക്കൽ, ശ്രീമതി അമ്മണി MK മൂടൻ കല്ലുങ്കൽ, ശ്രീമതി രുക്മിണി ദാമോദരൻ മണ്ണാത്തി പാറയ്ക്കൽ, ചെല്ലമ്മ തങ്കപ്പൻ വലിയ പാറയ്ക്കൽ, അതുപോലെ തന്നെ ശ്രീ ഗോപാലകൃഷ്ണ ആചാര്യ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഏതാണ്ട് 2 മണിക്കൂർ വൈകിയാണ് ഇവിടെ ഈ യോഗം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 2 മണിക്കൂർ 8 മണിയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. സ്വാഭാവികമായും 9 മണിക്ക് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. കാരണം ഇപ്പോൾ MLA പോകുന്നത്
ഞാനിവിടെ പങ്കെടുക്കേണ്ട ഒരു യോഗത്തിലേക്ക്, എൻ്റെ നാട്ടിലാണ്, എൻ്റെ തൊട്ട അയൽവക്കത്താണ്. അപ്പോൾ അദ്ദേഹം അവിടെ ചെല്ലുമ്പോഴത്തേക്കെങ്കിലും ചെല്ലണം എന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ വലിയ രീതിയിലുള്ള ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. നമ്മുടെ ഉദ്ഘാടകൻ തന്നെ വളരെ വിശദമായി ഈ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ സംസാരിച്ചു. പക്ഷെ ഒരു കാര്യം മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചുമതലക്കാരൻ ആണ്. ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റായും ഒക്കെ നിന്നിട്ടുള്ള ഒരാൾ എന്നാൽ 10-15 വർഷത്തോളം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നിൽക്കാൻ സാധിക്കുകയും ക്ഷേത്രത്തിലെ കലകളുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ എല്ലാ സ്ഥലങ്ങളിലും, ഈ പാമ്പാടിയിലടക്കം ക്ഷേത്രകലകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഞാൻ ബന്ധപ്പെട്ടിട്ടുള്ളതും ആണ്. നിങ്ങളെല്ലാവരും തന്നെ അറിയാം. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടു ഞാൻ സാധാരണ വർഷത്തിൽ 1, 2, 3 പ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് 2 വർഷങ്ങളായി ഇവിടെ എത്താറുമുണ്ട്. എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഈ ഉത്സവത്തിൻ്റെ ഒരു സന്ദേശം മാത്രമാണ് നൽകാനുള്ളത്. പൊതുരാഷ്ട്രീയം അല്ലെങ്കിൽ ബാക്കി അവർ പറഞ്ഞിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങളൊന്നുമല്ല. ഈ ഒരു സന്ദേശത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ഈ ആചാരങ്ങളും ഇവിടെ നമ്മുടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ആചാരങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടാണ് കാലങ്ങളായി നമ്മുടെ പൂർവികർ നമ്മളെ കൂട്ടിയിണക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് നിരവധിയായിട്ടുള്ള അപജയങ്ങൾ സംഭവിച്ചത് നമുക്കറിയാം. ഇപ്പം ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, പഴയ കാലങ്ങളിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ കുരുത്തോലകൾ കൊണ്ടും ഒക്കെ അലങ്കരിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള, ഇന്ന് അതിനൊന്നും ആർക്കും സമയമില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഞാൻ അതിനെ കുറ്റപ്പെടുത്തിയല്ല പറയുന്നത്. പുതിയ ഇലക്ട്രിക് ഇപ്പം നമ്മുടെ മുമ്പിൽ തന്നെ ഇതൊക്കെ ഈ വെളിച്ചം പുതിയ യുഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ സമയക്രമം ക്ഷേത്രത്തിൽ നമ്മൾ എത്തിക്കൊണ്ടിരുന്ന, ചിലപ്പം നമ്മൾ നിർമാല്യം തൊഴുക എന്ന് പറയുന്ന ഒരു വലിയൊരു, നമ്മുടെ കുട്ടികൾക്കൊന്നും അതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യവും ഉണ്ടാവില്ല. അത് ക്ഷേത്ര ചടങ്ങുമായി ബന്ധിക്കുമ്പോൾ അവൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെടുത്തി രാവിലെ കുളിച്ച് ശരീരശുദ്ധി വരുത്തി അവൻ ക്ഷേത്രത്തിലേക്ക് വരികയാണ്. അവിടെ നിന്ന് ഇന്ന് പലരും ഇവിടെ ടീച്ചറുണ്ട്, യോഗയ്ക്ക് പോകുന്നു. ടീച്ചർ അതിനെക്കുറിച്ച് വളരെ സംസാരിക്കും. യോഗയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ അവൻ്റെ ശാരീരികമായ അവൻ്റെ ചില കാര്യങ്ങളിൽ വിടുതൽ, അവൻ 24 മണിക്കൂറും ഇന്ന് ആളുകൾ ജോലിയില്ല, അവനൊരു വിശ്രമമില്ല, അല്ലെങ്കിൽ വേറൊന്നും അവന് ആലോചിക്കാൻ വയ്യാത്ത ഈ IT യുഗത്തിൽ നമ്മളുടെ കുട്ടികൾ, നാളുകളിൽ നമ്മളിപ്പോൾ കുറച്ച് ആളുകൾ ഇവിടെയുണ്ട്, മുതിർന്ന ആളുകൾ, നാളെ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇന്ന് ക്ഷേത്രങ്ങളെല്ലാം QR കോഡ് ഉണ്ട്. നമുക്ക് ആ QR കോഡ് വരും, നമ്മുടെ പേരും നാളും പറഞ്ഞ് അർച്ചന തിരുമേനിക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ ദേവസ്വത്തിലേക്ക് കൊടുക്കുകയും തിരുമേനിക്ക് QR കോഡ് വഴി ദക്ഷിണ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരാൻ പോകുന്നത്. ഇപ്പം ക്ഷേത്രങ്ങളെല്ലാം അത് വെച്ച് കഴിഞ്ഞു. നമുക്കത് വേണ്ടാന്നല്ല, അതെല്ലാം അത്യാധുനികമായിട്ട് വേണമെങ്കിലും ഞാൻ ചോദിക്കുന്ന ആചാരങ്ങളുമായി ഉത്സവബലി, നമ്മുടെ എത്ര കുട്ടികൾക്കറിയാം ഉത്സവബലിയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച്? കൊടിയേറ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ വരുന്ന തലമുറയ്ക്ക് എന്തറിയാം? ഇപ്പോഴും എനിക്ക് ഉറപ്പുണ്ട്, ഇവിടെ വരാത്ത നമ്മുടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഈ തൊട്ടടുത്ത്, പണ്ടൊക്കെ ഒരു അമ്പലത്തിൽ ഉത്സവം എന്ന് പറഞ്ഞാൽ അതിന് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ആ ഒരു പ്രദേശത്തേക്ക് ഒത്തുകൂടും. നമ്മുടെ പൂർവികരെ നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചു, ഇപ്പം മകര വിളക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വൃശ്ചികവ്രതവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടക്കുകയാണ്. അങ്ങനെ വൃശ്ചികവ്രതവുമായി നടക്കുമ്പോൾ വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേട അവസാനമാകുമ്പോഴത്തേക്ക് നമ്മുടെ ഉത്സവങ്ങളല്ലേ. നമ്മുടെ പൂർവികർ എന്തായിരുന്നു അന്ന് ചെയ്തിരുന്നത്? അവർക്ക് നമുക്കറിയാം വലിയ രീതിയിലുള്ള ഉഷ്ണം, അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെടുത്ത് നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെടുത്തി അവരുടെ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഒന്നിച്ചു കൂടുന്ന, ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വീട്ടിലുള്ള ആളുകളും നമ്മുടെ നാട്ടിലുള്ള ആളുകളെയും ഒന്നിച്ചു കൂടുവാനും. അന്ന് വിശറി മാത്രമാണ്, വിശറിയും ഒരു കയ്യിൽ നമ്മുടെ ചൂട്ടുമായി വന്നുകൊണ്ടിരുന്ന ഒരു വലിയ ഒരു കാലം. അതെന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ആ സമയത്തെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സമയം തിരഞ്ഞെടുക്കുന്നത് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനും ബാക്കിയുള്ള. ഇന്നതല്ല, ഇന്ന് നമുക്ക് AC ഉണ്ട്, അത്ര വലിയ ഒരു വീടുകളിലെല്ലാം തന്നെ AC ഉണ്ട്, നമുക്ക് വലിയ ചൂട് അനുഭവപ്പെടുന്നില്ല, നമുക്ക് നമ്മുടെ സ്വീകരണ മുറിയിൽ TV ഉണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ കയ്യിൽ മൊബൈലുണ്ട്. അപ്പോൾ അത്തരത്തിലേക്ക് ഒരു ചിന്താഗതിയും ഒക്കെ മാറിയ സമയത്ത് നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഇന്നത്തെ ദിവസത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ക്ഷേത്രത്തിലെ ഓരോ ചടങ്ങുകളും ഓരോ കാര്യങ്ങളും നമ്മുടെ ദേവന്മാരെക്കുറിച്ച്, ദേവിമാരെക്കുറിച്ച്, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അവർക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക. പണ്ട് നമ്മൾ പറയും എല്ലാം അന്ധവിശ്വാസം എന്ന് പറയും. അന്ധവിശ്വാസമായിരുന്നെങ്കിലും
നമ്മുടെ ശരീരത്തെ രക്ഷിക്കുവാൻ, ശരീരത്തെ സംരക്ഷിക്കുവാൻ ഇന്നുള്ള നിരവധിയായിട്ടുള്ള രോഗങ്ങൾ അന്നില്ലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുമെല്ലാമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ക്ഷേത്രത്തിലെ ഓരോ നിവേദ്യങ്ങളടക്കം. ഇപ്പോൾ ഉദാഹരണത്തിന് നടകുരുസി, ഞാനെല്ലാം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ കാര്യങ്ങളും ഞാൻ മുമ്പ് സൂചിപ്പിച്ച കുരുത്തോല വെറുതെ പറഞ്ഞതല്ല, നമ്മൾ പറയിടുന്നത് വെറുതെയല്ല. ഓരോന്നിനും നമ്മുടെ പൂർവികർ നമുക്ക് ഓരോ കാര്യങ്ങൾ, നമുക്ക് കാഴ്ചപ്പാടുകൾ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. അതിലേക്കൊരു മടങ്ങി വരും എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ പണ്ട് നടന്നാണ് വന്നിരുന്ന ക്ഷേത്രങ്ങളിലേക്ക്. ആ നടന്ന എല്ലാ ദിവസവും ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ ഇന്ന് സാധാരണ രീതിയിൽ നമ്മൾ ചില ആളുകൾ രാവിലെ ഏറ്റി നമ്മൾ മോർണിംഗ് വാക്ക് അല്ലെങ്കിൽ ഈവനിങ് വാക്കിലേക്ക് മാറി, അല്ലെങ്കിൽ ഷട്ടിൽ കളിക്കാൻ പോവുകയാണ് നമ്മുടെ കുട്ടികളൊക്കെ. അതിന് പകരം നമുക്ക് രാവിലെ നമ്മുടെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് നടന്ന് ശരീരശുദ്ധി വരുത്തി ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു പോകുന്നത് എന്തുകൊണ്ട് നമുക്ക് ആക്കിക്കൂടാ എന്നൊരു ചോദ്യം മാത്രമാണ് എനിക്ക് വെക്കാനുള്ളത്. നമ്മുടെ കുട്ടികളെയെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ ക്ഷേത്രത്തിലേക്കൊന്ന് വിടുവാനും, ഭക്തിയുടെ അന്തരീക്ഷത്തിന് മാത്രമല്ല ഞാൻ പറയുന്നത്, അതിനെ കോർത്തിണക്കിക്കൊണ്ട് അത്തരത്തിൽ നല്ല രീതിയിലുള്ള ഒരു ജീവിതചര്യ നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും. ഇപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് ഒരു പുസ്തകം അദ്ദേഹം ഏതാണ്ട് എനിക്ക് പറഞ്ഞു, എത്ര വർഷം, 6 വർഷം കൊണ്ട് എടുത്താണ് അദ്ദേഹം ഒരു പുസ്തകം തയ്യാറാക്കിയത്. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ആ പുസ്തകം കണ്ടിട്ടുണ്ട്? അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. എത്ര പേര് നമ്മൾ കണ്ടിട്ടുണ്ട്? ഞാൻ എന്താ കാണും? അദ്ദേഹം പറയും സോഷ്യൽ മീഡിയയിലും എല്ലാം ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ രാമായണത്തെ പോലെയും മഹാഭാരതത്തെ പോലെയും ഒക്കെ വളരെ വിശദമായി തന്നെ അതിൻ്റെ കണ്ടന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ സെന്റൻസും അതിനകത്ത് ഞാൻ എനിക്ക് അവിടെ ഇരുന്ന് ഞാൻ നോക്കിയതേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് അതൊന്ന് പകർന്നു കൊടുക്കുവാൻ, അവർക്കതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുവാൻ, ആദ്യം നമ്മളതൊന്ന് പഠിക്കുവാൻ തയ്യാറാകണം. ഇതുപോലെ ഒത്തിരി ഗ്രന്ഥങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളുമുണ്ട്. ടിവിയും മൊബൈലും ഒന്ന് ഉപേക്ഷിച്ചുകൊണ്ട് കുറച്ച് സമയമെങ്കിലും സന്ധ്യയ്ക്ക് നാമം ചൊല്ലുന്ന ആ ഒരു രീതിയിലേക്ക് ഒന്ന് കുറച്ചെങ്കിലും നമ്മൾ ആദ്യം തയ്യാറായാൽ യാതൊരു സംശയവും വേണ്ട, നമുക്ക് ആ രീതിയിലേക്ക് മാറുവാൻ സഹായി. ഈ പരിപാടിയിലേക്ക് പോകേണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, എൻ്റെ തൊട്ടടുത്ത നമ്മുടെ MLA അടക്കം അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. അതിലേക്ക് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഉത്സവം വരും കാലങ്ങളിൽ വലിയ രീതിയിലേക്കുള്ളൊരു മാറ്റത്തിൻ്റെ നാന്ദിയായിട്ട് ഇത് മാറണമെന്ന് നമ്മൾ തീരുമാനിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഹരിചേട്ടന് നല്ല വാക്കുകൾക്ക് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഒരു അഭ്യർത്ഥന കൂടി ഹരിചേട്ടനോട് ഉണ്ട്. നമ്മൾ 3 വ്യക്തികളെ ആദരിക്കുന്നുണ്ട് ഇവിടെ. അവർക്ക് കൂടി ആദരം സമർപ്പിക്കുവാനായിട്ടുള്ള ഒരു അഭ്യർത്ഥന നടത്തുന്നു. ആദ്യമായി ശ്രീ പനച്ചിക്കാട് സദാശിവൻ, ബ്രഹ്മനാഥോപാസകനും സംഗീത കലാരത്നവും ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യ രചയിതാവുമായ ശ്രീ പനച്ചിക്കാട് സദാശിവനെ ആദരിക്കുന്നു. അടുത്തതായി ശ്രീ മനോജ് ഭാസ്കർ, 2004 കവിതാ പുരസ്കാരം ജേതാവ്, ഫിലമെന്റ് കലാസാഹിത്യവേദി ചിത്രകല അധ്യാപകൻ, ഗായകൻ തുടങ്ങിയ മേഖലകളിൽ പ്രസിദ്ധനായ ശ്രീ മനോജ് ഭാസ്കർ, അദ്ദേഹത്തിന് ആദരം നൽകുന്നു. ശ്രീ കണ്ണൻ കെ ദാമോ, അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ ബോർഡ് അംഗവും പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് അംഗം കൂടിയാണ്. അദ്ദേഹത്തിന്റെ ബാങ്കിന്റെ പ്രസിഡന്റ് തന്നെ ആദരിക്കുന്നു. എല്ലാവരും കൈയടിക്കും. ഹരിചേട്ടന് പ്രത്യേകം നന്ദി ദേവസ്വത്തിൻ്റെ പേരിൽ അർപ്പിക്കുകയാണ്. കാരണം ഈ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ കൃത്യസമയത്ത്, നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ 8:30 തന്നെ എത്തിയ ആളാണ് ഹരിചേട്ടൻ. ഈ മീറ്റിംഗിൻ്റെ അവസാന ഭാഗത്തേക്ക് കിടക്കുമ്പോൾ അതുവരെ ഇത്രയും ക്ഷമയോടെ ഈ മീറ്റിങ്ങിൽ പങ്കുചേർന്ന എല്ലാ കാര്യങ്ങളിലും പങ്കാളിയായ ഹരിചേട്ടന് നമ്മുടെ നല്ലൊരു കയ്യടി, നല്ലൊരു നന്ദി ഹരിചേട്ടന് അർപ്പിക്കുന്നു. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിനായി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സുഹൃത്തും പാമ്പാടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും റെക്കോ ഡയറക്ടർ ബോർഡ് മെമ്പറുമായ ശ്രീ BM പ്രദീപ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ വിരാട് വിശ്വബ്രഹ്മക്ഷേത്രം പാമ്പാടിയിലെ തിരുവുത്സവം മണ്ഡലപൂജയുടെ സമാപനത്തോടനുബന്ധിച്ച് ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായ എൻ്റെ സുഹൃത്തും ബഹുമാന്യനായ ശ്രീ KP സഞ്ജയൻ,
സ്വാഗതം ആശംസിച്ച എൻ്റെ സഹപാഠി കൂടിയായ ദേവസ്വം സെക്രട്ടറി ശ്രീ MG ബിനു, ഭദ്രദീപ പ്രകാശനം നിർവഹിച്ച ബ്രഹ്മശ്രീ ഗോപാലകൃഷ്ണാചാര്യ, വളരെ ഹൃദ്യമായ രീതിയിൽ നമ്മുടെ ശബരിമലയെ ജനകീയവൽക്കരിച്ച കേരളത്തിൻ്റെ ദേവസ്വം സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി ആരാധനായ പ്രിയപ്പെട്ട വാസവൻ ചേട്ടൻ, നമ്മുടെ നാടിൻ്റെ MLA പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. അതുപോലെ തന്നെ തിരുവുത്സവ സന്ദേശം നൽകിയ റബ്ബർ ബോർഡ് മെമ്പർ ശ്രീ N ഹരി, ഇവിടെ ആശംസാ പ്രസംഗം നടത്തുന്ന പ്രിയപ്പെട്ട KV ശ്രീലത ടീച്ചർ, നന്ദി രേഖപ്പെടുത്തുന്ന ശ്രീ EP ഗോപാലകൃഷ്ണൻ, സംഘാടക സമിതിയുടെ ജനറൽ കൺവീനർ, വേദിയിലിരിക്കുന്ന ഏറെ ബഹുമാനായ വിശ്വബ്രഹ്മ മഹാകാവ്യത്തിൻ്റെ രചയിതാവും ഒരുപക്ഷെ കാസറ്റുകളുടെ ഒരു ലോകത്ത് ആദ്യമായി പനച്ചിക്കാട്ട് സദാശിവൻ എന്ന പേര് നമ്മുടെ നാടും കേരളമാകെ അറിഞ്ഞ സംഗീത കുലപതിയായ ബഹുമാനായ ശ്രീ പനച്ചിക്കാട് സദാശിവൻ സാറ്, ചിത്രകലയുടെ പ്രതിഭയായ കലാകാരനായ ശ്രീ മനോജ് ഭാസ്കർ, പാമ്പാടി സർവീസ് സഹകരണ ബാങ്കിൻ്റെ യുവത്വത്തിൻ്റെ മികവ് പ്രിയങ്കരനായ ശ്രീ കണ്ണൻ K ദാമു ഇവിടെ ആദരവേറ്റുവാങ്ങി. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ മുതിർന്ന അംഗങ്ങളായ ശ്രീ KP കുട്ടപ്പൻ ആചാരി, വരിക്കമക്കൾ ശ്രീമതി അമ്മണി കയ്യാലപ്പറമ്പിൽ, ശ്രീമതി സരോജിനി തങ്കച്ചൻ കടുപ്പേൽ, ശ്രീമതി സരസമ്മ ഗോപാലൻ മണ്ണാത്തിപ്പാറയ്ക്കൽ, ശ്രീമതി അമ്മണി MK മൂടൻകല്ലിങ്കൽ, ശ്രീമതി രുക്മിണി ദാമോദരൻ മണ്ണാത്തിപ്പാറയ്ക്കൽ, ചെല്ലമ്മ തങ്കപ്പൻ വല്യപാറയ്ക്കൽ തുടങ്ങി ദേവസ്വത്തിൻ്റെ ആദരവേറ്റുവാങ്ങുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, മാതാപിതാക്കളെ, ഇനിയൊരു പ്രസംഗത്തിൻ്റെ പ്രസക്തി ഇവിടെയില്ല. നമുക്കറിയാം, ബഹുമാനപ്പെട്ട മന്ത്രിയും MLAയും N ഹരിയും ഒക്കെ ഇവിടെ കാര്യങ്ങൾ കൃത്യമായി സൂചിപ്പിച്ചു കഴിഞ്ഞു. അറിവാണ് ഈശ്വരൻ. നമ്മൾ അറിവ് നേടുമ്പോൾ ബാക്കിയെല്ലാം ആ അറിവിൽ മായ്ക്കപ്പെടും. അതുകൊണ്ട് തന്നെ അറിവ് നേടുക എന്നുള്ളത് പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമ്മൾ ജീവിക്കുന്ന പുതിയ കാലഘട്ടം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ChatGPTയുടെയും റോബോട്ടിക്സ് എഞ്ചിനീയറിങ്ങിൻ്റെയും നാനോ ടെക്നോളജിയുടെയും ഒക്കെ പുതിയ കാലഘട്ടത്തിലാണ്. മനുഷ്യൻ ചിന്തിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ യന്ത്രങ്ങൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. നമ്മളൊരു മൊബൈൽ ഫോൺ എടുത്തു വെച്ച് ഒരു സാരിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഷർട്ടിനെക്കുറിച്ച് ഒരു ചെരുപ്പിനെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കാണിക്കുന്ന പരസ്യം സാരിയുടെയോ ചെരുപ്പിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷർട്ടിൻ്റെയോ ആയിരിക്കും. അതായത് കൃത്രിമ ബുദ്ധി, ആ കൃത്രിമ ബുദ്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അറിവ് നേടുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ അനിവാര്യമായ ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന കുട്ടികൾ, മുമ്പേ ബഹളമുണ്ടാക്കുന്നുണ്ടായിരുന്നു, വിദ്യാഭ്യാസ അവാർഡ് ഹരിസാറ് നേരത്തെ ഇവിടെ നൽകിയതായിട്ട് സൂചിപ്പിച്ചു. ആ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കണം. ഈ കാലഘട്ടത്തിൽ പഠനം, അറിവ് നേടുക, അറിവ് സമ്പാദിക്കുക എന്നുള്ളത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. നമ്മളെല്ലാം ഒരുപാട് തിരക്കുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പം നമ്മുടെ വീടുകളിലെ തിരക്ക് അപഹരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പല കുടുംബ ബന്ധങ്ങളെ തന്നെ ശിഥിലമാക്കുന്ന വർത്തമാനകാലത്ത് പരസ്പരം വീട്ടിലുള്ളവർ തമ്മിൽ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യപ്പെടേണ്ടി വരുന്ന
കുട്ടികളെ വാട്സപ്പിലൂടെ ഭക്ഷണം കഴിക്കാൻ വിളിക്കേണ്ടി വരുന്ന വർത്തമാനകാലത്ത് മാനുഷിക ബന്ധങ്ങൾക്ക്, നന്മകൾക്ക്, സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ വിഘാതം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന പുതിയ കാലത്ത് ഒരുപാട് നന്മകളുള്ള ഒരു ക്ഷേത്രം 100 വർഷമായി ഒരു ക്ഷേത്രം ഒരു സ്ഥലത്ത് നിലനിൽക്കുന്നു, അതിൻ്റെ പൂർണ്ണതയോടുകൂടി നിലനിർത്തുന്നു എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തെ സ്നേഹിക്കുന്ന, ആ ക്ഷേത്രത്തെ ഹൃദയപക്ഷത്ത് ചേർത്ത് വെച്ചിരിക്കുന്ന ആ മികവുള്ള പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയാണ്. വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസാരഥ്യം വഹിക്കുന്നവർ അത് ആ മികവോടുകൂടി തന്നെ ഈ ദേവസ്വത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് മന്ത്രിയെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു സാംസ്കാരിക സമ്മേളനത്തോടു കൂടി തന്നെ വളരെ മികവാർന്ന രീതിയിൽ ഈ വർഷത്തെ ഈ മണ്ഡലകാലത്തിൻ്റെയും അതുപോലെ തന്നെ തിരുവുത്സവത്തിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ തയ്യാറായത്. അതുപോലെ തന്നെ ബാബാസിനെ പോലെയുള്ള പാമ്പാടിയിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു കമൻറ്റേറ്റർ എന്നല്ല, ഒരു മികച്ച സംഘാടകൻ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ബാബാസ് എന്ന് പറയുന്ന ആ ക്രിയേറ്റീവ് യൂണിറ്റിൻ്റെ ഹെഡാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പുതിയ കാലഘട്ടത്തിൻ്റെ രീതിയിൽ തന്നെ വളരെ ചിട്ടയായി കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അതാണ്. വലിയ ടെൻഷൻ പിടിച്ചതാണ് നമ്മുടെ പുതിയ കാലഘട്ടം. പക്ഷേ ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലെ ഏറ്റവും ശ്രദ്ധേയനായ പണ്ഡിതനായിരുന്നു ബീർബൽ. അക്ബർ ചക്രവർത്തി ഒരുപാട് പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുള്ള മഹാരാജാവായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി. അപ്പം അദ്ദേഹം ഒരിക്കൽ ഒരു തെരുവിൽ ഒരു വലിയ ഭിത്തി നിർമ്മിച്ചു. ആ ഭിത്തി നിർമ്മിച്ചതിന് അദ്ദേഹത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ഭിത്തിയിൽ ഒരു വാചകം എഴുതി വെക്കണം. ആ കവലയിൽ വരുന്ന ആളുകൾ അത് വായിച്ചതിന് ശേഷം അത് വായിക്കുമ്പോൾ സന്തോഷത്തിലിരിക്കുന്ന ആൾക്ക് അത് വായിക്കാൻ പറ്റണം, സങ്കടത്തിലിരിക്കുന്ന ആൾക്കും അത് വായിക്കാൻ പറ്റണം. അതുപോലൊരു വാചകം അവിടെ എഴുതി വെക്കണം. അതിന് അദ്ദേഹം ചുമതലപ്പെടുത്തിയത് ബീർബലിനെയാണ്. അപ്പം ബീർബലിനോട് പറഞ്ഞു, ആ ഭിത്തിയിൽ, ഈ തെരുവിലുള്ള എല്ലാവരും കാണുന്ന ഈ ഭിത്തിയിൽ ഒരു വാചകം നിങ്ങൾ എഴുതി വെക്കണം. ബീർബൽ പറഞ്ഞു, ഞാനത് ചെയ്യാം. അദ്ദേഹം ആ തെരുവിൽ ഒരു വാചകം എഴുതി വെച്ചു, ഈ കാലവും കടന്നുപോകും. വളരെ സന്തോഷത്തിലിരിക്കുന്ന ഒരാൾ അത് വായിച്ചാൽ ഈ കാലവും കടന്നുപോകും, ഈ സന്തോഷത്തിനൊന്നും വലിയ ആയുസ് ഉണ്ടാവില്ല. സങ്കടത്തിലിരിക്കുന്ന ഒരാളത് വായിച്ചാൽ ഈ കാലവും കടന്നുപോകും, നിങ്ങളുടെ സങ്കടം ഉറപ്പായിട്ടും മാറുന്ന ഒരു കാലമുണ്ടാകും എന്ന ആ അക്ബർ ചക്രവർത്തിയുടെ ആഗ്രഹിച്ച സന്ദേശം ആ ഒരൊറ്റ എഴുത്തിലൂടെ അദ്ദേഹത്തിന് വരച്ച് കാണിക്കാൻ കഴിഞ്ഞു. സൃഷ്ടാക്കൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചം സൃഷ്ടിച്ച ബ്രഹ്മാവിനെ പോലെ സൃഷ്ടാക്കൾ എന്ന് പറയുന്ന അത്രയും ശ്രേഷ്ഠമായ പ്രവൃത്തി ചെയ്യുന്ന ആ ബഹുമാന്യ വ്യക്തിത്വങ്ങൾ എന്നും സമൂഹത്തിൽ ആദരിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഉത്സവത്തോടനുബന്ധിച്ച്, ഈ സാംസ്കാരിക സമ്മേളനത്തോടനുബന്ധിച്ച് ഇത്തരം മഹത്തരമായ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത്. അതിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ പനച്ചിക്കാട് സദാശിവൻ സാറ്, അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് വർക്കുകൾ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ പ്രതിഭയും ആ കഴിവും തിരിച്ചറിയുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ പ്രിയപ്പെട്ട കണ്ണൻ കെ ദാമു, സഹപ്രവർത്തകനായി ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട കണ്ണൻ കെ ദാമു ഉൾപ്പെടെ ഇവിടെ ആദരിക്കപ്പെട്ട വ്യക്തിത്വങ്ങൾ, ഇനിയും ആദരവ് ഏറ്റുവാങ്ങാനുള്ളവർ തുടങ്ങി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഉത്സവാശംസകളും ഹാപ്പി ന്യൂ ഇയറും ഹാപ്പി ക്രിസ്മസും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രദീപിന്റെ നല്ല വാക്കുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഭാരതീയ വിദ്യാനികേതൻ പത്തനംതിട്ട ജില്ലാ സംസ്കൃത പ്രമുഖൻ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു അഡ്രസ്സിൽ ഒരാളെ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. അതിന് ടീച്ചർക്ക് പ്രത്യേകം നന്ദി. കാരണം നമുക്കറിയാവുന്ന ഒരേ ഒരു സംസ്കൃത വാക്ക് ഇതി വാർത്താഹ സ്വയന്താം എന്നുള്ളതാണ്, പണ്ട് തൊട്ടേ അല്ലേ പ്രതിഭ? അപ്പോൾ ടീച്ചറിൻ്റെ കുറച്ച് സംസ്കൃതം ഒന്ന് കേൾക്കണമെന്നുണ്ട്, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. 2-3 വരി
അത് മതി. അപ്പോൾ ടീച്ചറെ നമുക്ക് വളരെ ആദരവോടെ സ്നേഹത്തോടെ ആശംസകൾ അർപ്പിക്കാനായി ക്ഷണിക്കാം. ടീച്ചർ പ്ലീസ്. ഓം ശ്രീ വിരാട് വിശ്വബ്രഹ്മണേ നമഃ. അഹം സംസ്കൃതഭാഷായാം ആരംഭം കരോമി. പൂർവം ഉക്തവാൻ ജ്യേഷ്ഠः उक्तवान् मम नाम श्रीलता. अहं पत्तनंतिट्टा-जिल्लायाम् एकः संस्कृत अध्यापिकारूपेण कार्यं करोमि. इदानीम् अहं विश्वसंस्कृतप्रतिष्ठानस्य भारते एतस्य कार्यालयं तद् बेङ्गळूरुदेशे अस्ति. केरळे तद् त्रिशूर् जिल्लायां कुडुङ्गलूर् मध्ये अस्ति. तद् विश्वसंस्कृतप्रतिष्ठानम् अथवा संस्कृतभारती नाम एकं प्रस्थानमस्ति. एतस्य सङ्घटनायाः एकस्य तालूक् कार्यवाहकः अथवा तालूक् प्रचारकरूपेण इदानीं कार्यं करोमि. तद् अत्र कोट्टयं जिल्लायां नास्ति, तद् पत्तनंतिट्टा-जिल्लायां मल्लपल्लि तालूक् मध्ये अस्ति. कार्यं किमिति वक्तुं चेत् अहं पत्तनंतिट्टा-जिल्लायाम् इदानीं कार्यं करोमि. तद् चेर्वोल्पुळा अथवा कोळिञ्चेरि एतस्य समीपम् एकं विद्यालयमस्ति. मम विद्यालयस्य नाम ज्ञानानन्दगुरुकुलं. तत्र अहं संस्कृत अध्यापिकारूपेण कार्यं करोमि. अनन्तरम् इदानीम् अत्र अस्माकं यद् विराड विश्वब्रह्मक्षेत्रे एकं योगाकेन्द्रमस्ति. तद् योगायाः परिशीलकः अस्मि अहम्. एतद् मम परिचയമസ്തി. നമ്മുടെ അനൗൺസർ പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ സംസ്കൃതം കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തുടങ്ങി വെച്ചതാണ്. ഇനിയും കാര്യത്തിലേക്ക് കിടക്കട്ടെ. കാരണം ഒരു ഇൻട്രൊഡക്ഷൻ്റെ, അതായത് വേദിയിലിരിക്കുന്നവരെ പേര് പറയാനായിട്ട് ഉള്ള സമയമില്ലാത്തത് കൊണ്ട് തന്നെയല്ല, ഇനിയും 2 കാര്യക്രമങ്ങളും കൂടി അവിടെ നടക്കാനുള്ളത് കൊണ്ട് ഒറ്റ വാക്കിൽ എല്ലാവർക്കും ഒരു നമസ്കാരം പറയുകയാണ്. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, അതുപോലെ ഈ സദസ്സിലിരിക്കുന്ന എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ ബന്ധുജനങ്ങൾ, എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായിട്ടും ഈയൊരു മഹത് സംരംഭം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്ഷേത്രത്തിലെ പാമ്പാടി ശ്രീ വിരാട് വിശ്വബ്രഹ്മ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ 2024 ഈ വർഷത്തെ നമ്മുടെ ആഘോഷത്തോട് മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ ഒരു സാംസ്കാരിക സമ്മേളനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിനു മുൻപ് പ്രസംഗിച്ചവരെല്ലാവരും പറഞ്ഞു, എന്തുകൊണ്ടും വളരെ വിശേഷപ്പെട്ട ഒരു സംഭവമാണ്. ഒരു അധ്യാപിക എന്നാണ് ഞാൻ പറയട്ടെ, കുട്ടികൾ അക്കാഡമിക വിഷയങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് പോയതുകൊണ്ട് നമ്മുടെ ആ ഒരു സംസ്കാരം നിലനിർത്താൻ പറ്റില്ല. ആധ്യാത്മികതയോടൊപ്പം ശാസ്ത്രീയതയും കൂടി കലർത്തിക്കൊണ്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ഗതിയുള്ളൂ. കാരണം നമ്മളിലൊക്കെ ഉപരിയായിട്ട് ഇപ്പോൾ പൃഥ്വി ചേട്ടൻ പറഞ്ഞു, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയൊക്കെ പറഞ്ഞു അല്ലേ. ഇതിപ്പോൾ കമ്പ്യൂട്ടർ യുഗമാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിലുപരിയായിട്ട് ഒരു എറ്റേണൽ പവർ, അതാണ് ഈശ്വരൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു വഴി, ആ ഒരു വെളിച്ചം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളായ ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളായിട്ടുള്ളവരെ തീർച്ചയായിട്ടും ഇങ്ങനെയൊരു വേദി സജ്ജമാക്കിയിരിക്കുന്നത്. ഇതിൽ ഒരു അംഗമാകുവാനായിട്ട് എനിക്ക് അവസരം തന്ന എൻ്റെ ജ്യേഷ്ഠന്മാർക്ക്, സഹോദരങ്ങൾക്ക് ഞാൻ ആദ്യം തന്നെ നന്ദി അർപ്പിക്കുകയാണ്. അതിൻ്റെ സന്തോഷവും ഞാൻ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു മറന്നു പോകാത്ത സംഗതികൾ ഇവിടെ നടന്നു കഴിഞ്ഞു. അതായത് നമ്മുടെ സമൂഹത്തിൽ എന്തുകൊണ്ടും അല്പം നേട്ടം കൊയ്ത് ചെയ്താനും ചില വ്യക്തികൾ, നമ്മുടെ സദാശിവൻ സാറ്, മനോജ്, അതുപോലെ കണ്ണൻ, ഇങ്ങനെയുള്ളൊരു നമ്മുടെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടേണ്ടവരാണ്, ആദരിക്കപ്പെടേണ്ടവരാണ്. അവരെ ഈ സമൂഹത്തിൽ നല്ലൊരു വ്യക്തിത്വം നേടിയെടുത്ത ആളുകളാണ്. തീർച്ചയായിട്ടും അവരെ അനുമോദിക്കുവാനായിട്ട് അല്ലെങ്കിൽ ആദരിക്കുവാനായിട്ട് ഒരു വേദി ഉണ്ടാക്കിയത് തന്നെ, അതും ഈ തുടക്കത്തിൽ തന്നെ അതാണ് ഉദ്ദേശിച്ചത്. ആധ്യാത്മികവും സാംസ്കാരികവുമായിട്ടുള്ള ഈ ഒരു തുടക്കം തീർച്ചയായിട്ടും എന്തുകൊണ്ടും വളരെ പ്രശംസനീയമാണ്. അതുപോലെ തന്നെ പാരമ്പര്യം മറക്കാതെ പറഞ്ഞു, വളരെയേറെ വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ മരിച്ചുപോയവരും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായിട്ടുള്ള ധാരാളം ആളുകളുടെ ആ ഒരു വിയർപ്പും രക്തവും ഒക്കെ ഇതിലുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ മറക്കാത്ത ആ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് അതിവിശിഷ്ടമായ കാര്യം തന്നെയാണ്. അത് മറന്നു പോകാതെ കാത്തു സൂക്ഷിച്ച് അങ്ങനെയുള്ളവരെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല അത്. കാരണം ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അന്വേഷിച്ച് ചെന്ന് ഇവിടെ ബിനിച്ചേട്ടൻ നമ്മുടെ സെക്രട്ടറി പറയുകയുണ്ടായി, അതുപോലെ ശ്രീനിച്ചേട്ടനും പറഞ്ഞു, മുതിർന്ന പ്രവർത്തകനായിട്ടുള്ള നമ്മുടെ തങ്കപ്പൻചേട്ടൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവന്ന്, അതൊക്കെ ഒരു വലിയ സംഭവമാണ്. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതിന് നല്ല മനസ്സുണ്ടായിരിക്കണം. സുമനസ്സുകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റുള്ളവരെ അംഗീകരിക്കുക, ഞാൻ പറഞ്ഞത് മുതിർന്നവരെ അംഗീകരിക്കുക, സമൂഹത്തിലുള്ളവരെ അംഗീകരിക്കുക. അതുപോലെ നമ്മുടെ നാടിൻ്റെ, അതാണ് നമ്മുടെ വാസവൻ ചേട്ടനൊക്കെ വന്നതെന്ന് പറയുമ്പോൾ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട MLA ഒക്കെ വന്നു എന്ന് പറഞ്ഞാൽ, അതുപോലെ ഈ ചേട്ടന്മാർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ തന്നെ ഐക്കൺസ് ആണ് ഇവരൊക്കെ, അല്ലേ? ആദ്യമേ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നുള്ളൊരു വാക്ക് പറഞ്ഞു. തീർച്ചയായിട്ടും അത് ഉണ്ട് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കാൻ പറ്റും. നമ്മൾ വിദൂരങ്ങളിൽ എങ്ങും ആരെയും അന്വേഷിച്ചു പോയില്ല. നമ്മുടെ ഇവിടെ തന്നെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളാണ്, അവരെയാണ് നമ്മൾ ഈ വേദിയിലേക്ക് ആനയിച്ചത്, ക്ഷണിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ശ്രീരാമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗിരിയസി. അതായത് അഭിസ്വർണ്ണമയീ ലങ്ക നമേ ലക്ഷ്മണരോചതേ, അതാണ് എൻ്റെ ആദ്യത്തെ വരി, അല്ലേ? വളരെ സ്വർണ്ണമയമായ ലങ്ക കണ്ടിട്ട് മോഹിക്കാതെ എത്രയ്ക്കാണെങ്കിലും നമ്മളുടെ ജനനിയും ജന്മഭൂമിയുമാണ് നമുക്ക് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളത് എന്ന് ആ ജ്യേഷ്ഠ സഹോദരനായ ശ്രീരാമചന്ദ്രൻ അനുജനായിട്ടുള്ള ലക്ഷ്മണന് പറഞ്ഞു കൊടുത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിവിടെ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, ആധ്യാത്മികതയും ശാസ്ത്രീയതയും കലാസാംസ്കാരികതയും എല്ലാം കൂടി ഒത്തുചേർന്ന ഈ ഒരു വേദിയിൽ ഇങ്ങനെ ഇതൊരു തുടക്കമാണ്. ഇന്ന് കൊടിയേറിയിരിക്കുകയാണ്. ഇതൊരു ആരംഭമാക്കിക്കൊണ്ടും ഇനിയും വരുന്ന ദിവസങ്ങളെല്ലാം ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാനായിട്ടും എൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഭഗവത് കടാക്ഷം ഉണ്ടാകട്ടെ, ഭഗവാൻ ശ്രീ വിരാട് വിശ്വബ്രഹ്മദേവൻ്റെ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സർവേഷാം കൃതേ പുനഃ നമസ്കാരഃ. ടീച്ചറിൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി. ടീച്ചറിൻ്റെ സംസ്കൃതത്തിനും നന്ദി. പണ്ട് 7ാം ക്ലാസ് വരെ ഞങ്ങളൊക്കെ പഠിച്ചതാണ് സംസ്കൃതം. ഇപ്പോഴും ചില സ്കൂളുകളിലൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ടീച്ചറെ പരിചയപ്പെടുത്തിയപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ വിട്ടുപോയി. ആദ്യമായി വിശ്വകർമ്മ സഹസ്രനാമം രചിച്ച ഒരു വ്യക്തി കൂടിയാണ് ടീച്ചർ. ടീച്ചർക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കും. അടുത്തതായി നമുക്ക് ആദരിക്കാനുള്ള രക്ഷാത്രത്തിലെ മുതിർന്ന അംഗങ്ങളായ ശ്രീ KP കുട്ടപ്പനാചാരി വരിക്കുമക്കൾ, ശ്രീമതി അമ്മിണി കയ്യാലപ്പറമ്പിൽ, ശ്രീമതി സരോജിനി തങ്കച്ചൻ കടുപ്പൽ, ശ്രീമതി സരസമ്മ ഗോപാലൻ മണ്ണാത്തിപ്പാറയ്ക്കൽ, ശ്രീമതി അമ്മിണി MK മൂടൻകല്ലുങ്കൽ, ശ്രീമതി രുക്മിണി ദാമോദരൻ മണ്ണാത്തിപ്പാറയ്ക്കൽ, ചെല്ലമ്മ തങ്കപ്പൻ വെള്ളിപ്പാറയ്ക്കൽ എന്നിവർക്ക് ദേവസ്വത്തിൻ്റെ ആദരം നൽകുന്നു. ഈ ആദരം സമർപ്പിക്കുന്നതിനായി ദേവസ്വത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങളെ അതെടുത്ത് നൽകുന്നതിന് വേണ്ടിയും ആദ്യത്തെ ആദരം സമർപ്പിക്കുന്നതിനായി ദേവസ്വം പ്രസിഡന്റ് ശ്രീ സഞ്ജയനെയും സാദരം ക്ഷണിക്കുന്നു. ആദ്യമായി ശ്രീ KP കുട്ടപ്പൻ ആചാരി വരിക്കുമക്കൾ ആദരം ഏറ്റുവാങ്ങുന്നതിനായി അദ്ദേഹത്തെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു. അടുത്തത് ശ്രീമതി അമ്മിണി കയ്യാലപ്പറമ്പിൽ. അമ്മയെ സ്നേഹപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീമതി സരോജിനി തങ്കച്ചൻ കടുപ്പൻ. സരോജിനി അമ്മയ്ക്ക് ആദരമർപ്പിക്കുവാൻ ബഹുമാനപ്പെട്ട ശ്രീ VM പ്രദീപ് അവറുകളോട് അഭ്യർത്ഥിക്കുന്നു. ശ്രീമതി സരസമ്മ ഗോപാലൻ മണ്ണാത്തിപ്പാറയ്ക്കൽ. സരസമ്മ അമ്മയ്ക്ക് ആദരമർപ്പിക്കുന്നതിനായി ശ്രീ പനച്ചിക്കാട് സദാശിവൻ സാറിനോട് ബഹുമാനപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ശ്രീമതി അമ്മിണി KM മൂടൻകല്ലുങ്കൽ. അമ്മണിയമ്മയ്ക്ക് ആദരം അർപ്പിക്കുന്നതിനായി ശ്രീമതി KV ശ്രീലത ടീച്ചർ അവர்களോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.
അടുത്തതായി ശ്രീമതി രുക്മണി ദാമോദരൻ മണ്ണാത്തിപ്പാറയ്ക്കൽ. വിളക്ക് ശ്രദ്ധിക്കണേ. രുക്മണി ദാമോദരൻ മണ്ണാത്തിപ്പാറയ്ക്കൽ, ചെല്ലമ്മ തങ്കപ്പൻ വലിയ പാറയ്ക്കൽ. ശ്രീ സദാശിവൻ സാറ് ആദരം അർപ്പിക്കുന്നു. അടുത്തതായി ശ്രീ മനോജ് ഭാസ്കർ ശ്രീമതി ചെല്ലമ്മ തങ്കപ്പൻ വെള്ളി പറയ്ക്കലിന് ആദരം അർപ്പിക്കുന്നു. ഇതുപോലെ ഒരു ആദരം ഒരു വേദിയിൽ ഏറ്റുവാങ്ങണമെങ്കിൽ അതിനും ഒരു പുണ്യ കർമ്മം ഏറ്റുവാങ്ങുവാൻ ഒരു ഈശ്വര നിശ്ചയമാണ്, ഒരു അനുഗ്രഹമാണ്, ഒരു ഭാഗ്യമാണ്. ഇത് കണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഭാവിയിൽ ഇതുപോലുള്ള ആദരങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ സമ്മേളനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ആദരത്തിന് മറുപടി പ്രസംഗമായി പനച്ചിക്കാട് സദാശിവൻ സാറ്, മനോജ് ഭാസ്കർ, ശ്രീ കണ്ണൻ ദാമു 3 പേരെയാണ് ആദരിച്ചത്. ഇവരിൽ 3 പേർക്കും കൂടി ഉള്ള മറുപടി പ്രസംഗം ഒരാൾ തന്നെ നിർവഹിക്കുകയാണ്. പനച്ചിക്കാട് സദാശിവൻ എന്ന പേര് ഞാൻ ഒരുപാട് കാലമായി കേൾക്കുന്ന പേരാണ്. അദ്ദേഹത്തോടൊപ്പം ഒരു വേദിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ ഞാൻ വളരെ സന്തോഷമുണ്ട്. സാറിൻ്റെ കൂടെ ഒരു വേദി പങ്കിടാൻ പറ്റിയത്. മറുപടി പ്രസംഗത്തിനായി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഒരു അംഗീകാരം ലഭിക്കുന്നത് എപ്പോഴും സന്തോഷപ്രദമായ ഒരു കാര്യം തന്നെയാണ്. ഇന്നിവിടെ എനിക്കിങ്ങനെ ഈ വേദി പങ്കിടാൻ സാധിച്ചത് ശ്രീമദ് വിശ്വബ്രഹ്മ മഹാകാവ്യം എന്ന ഗ്രന്ഥം രചിച്ചതിൻ്റെ പേരിലാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 1-ാം തീയതി വാകത്താനം വിശ്വകർമ്മ ക്ഷേത്രത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയും തുടർന്ന് പഞ്ചാഹ യജ്ഞം നടത്തപ്പെടുകയും ചെയ്തു. ഏകദേശം അതിനുശേഷം പല വേദികളിലും പല ക്ഷേത്രങ്ങളിലും പല പ്രസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ ആദരവുകളും ബഹുമതികളും ഒക്കെ ലഭിച്ചെങ്കിലും എൻ്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് ലഭിക്കുമ്പോഴാണ് അതിന് മാറ്റുകൂടുന്നത്. നമ്മുടെ വീട്ടിൽ ആദ്യം അംഗീകരിക്കണം. വീട്ടിൽ അംഗീകരിക്കുക മാത്രമല്ല, വീട്ടുകാർ നമ്മളെ സ്നേഹത്തോടു കൂടി ആദരിക്കുകയും കൂടി ചെയ്യുമ്പോഴാണ് ഇതുവരെ നമ്മൾ എന്ത് ചെയ്തോ അതിന് പൂർണ്ണത കൈവരുന്നത്. എന്തായാലും ഞാൻ ചെയ്ത ആ ഒരു കർമ്മത്തിന് ഒരു പൂർണ്ണ ഫലസിദ്ധി ഉണ്ടായത് ഇന്ന് ഈ വേദിയിൽ എനിക്കൊരു അംഗീകാരം ലഭിച്ചപ്പോഴാണ്. മറ്റെല്ലാ അംഗീകാരത്തെക്കാളും ഏറ്റവും മഹത്തരമായി ഈ അംഗീകാരത്തെയാണ് ഞാൻ കണക്കാക്കുന്നത്. മറ്റൊരു കാര്യം നമ്മുടെ എൻ ഹരി ഇവിടെ പറയുകയുണ്ടായി. ഗ്രന്ഥത്തെ സംബന്ധിച്ചാണ്. ഞാൻ അധികം നീട്ടുന്നില്ല, സമയത്തിന് വൈകിയുണ്ട്. 1-2 കാര്യം പറഞ്ഞ് പെട്ടെന്ന് നിർത്താം. ഗ്രന്ഥം പ്രകാശനം ചെയ്യപ്പെട്ടിട്ട് ഇപ്പോൾ 4 മാസം കഴിഞ്ഞു. ഏകദേശം നമ്മുടെ ഈ പാമ്പാടി, കൂരോപ്പുഴ, മീനടം ഉള്ള ഈ ചുറ്റുവട്ടത്തെ ഏരിയ ഒഴിച്ച് മറ്റുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഗ്രന്ഥം വിൽപ്പന നടന്നത്. നമുക്കറിയാം,
ഇന്നിവിടെ ഇരിക്കുന്ന എത്ര പേരുടെ വീടുകളിൽ ഈ ഗ്രന്ഥമുണ്ട് എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക. ഈ ഗ്രന്ഥം വാങ്ങി അതിൻ്റെ പണം എനിക്ക് ലഭിക്കുന്നതിന് വേണ്ടിയല്ല. ഈ ഗ്രന്ഥം കൊണ്ട് ചില ഉദ്ദേശം, ചില ലക്ഷ്യങ്ങൾ നമ്മൾ ഇടുന്നുണ്ട്. അതിലൊന്ന് ആ ലക്ഷ്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. വാഗത്താനം വിശ്വകർമ്മ ക്ഷേത്രത്തിൽ പഞ്ചാഹം നടന്ന വിവരം ഞാൻ പറഞ്ഞു. നമുക്കറിയാം, ഇന്നിപ്പോൾ നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളിലും തന്നെ പ്രധാനമായി നടക്കുന്ന പ്രധാന 2 യജ്ഞങ്ങളാണ് സപ്താഹ യജ്ഞവും നവാഹ യജ്ഞവും. സപ്താഹ യജ്ഞം മഹാഭാഗവതത്തെ പാരായണം ചെയ്തുകൊണ്ടും നവാഹ യജ്ഞം ദേവീ ഭാഗവതത്തെ പാരായണം ചെയ്തുകൊണ്ടും നടത്തുന്ന 2 പാരായണ പദ്ധതികളാണ്, യജ്ഞ പദ്ധതികളാണ്. ഇന്ന് ശൈവാരാധനയും വൈഷ്ണവ ആരാധനയും മാത്രം ഹൈയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ബ്രഹ്മോപാസനയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ചുള്ള ഈ ഒരു ഗ്രന്ഥം രചിക്കാനിട വന്നത്. ഇതിന് കാരണക്കാരൻ എനിക്ക് ഏറ്റവും ആരാധ്യനായ ചമ്പക്കരയിലുള്ള പ്രസാദ് ആചാര്യ അവറുകളാണ്. രാമായണ മാസം എന്ന പേര് വന്നതുപോലെ ഋഷിപഞ്ചമി മാസം എന്ന പേർ ഇട്ടുകൊണ്ട് ഭാവിയിൽ അങ്ങനെ ഒരു പേരിൽ ആ മാസം അറിയപ്പെടുന്നതിന് വേണ്ടി ഒരാചാര പദ്ധതി കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം ഇറങ്ങുന്ന, അടുത്ത വർഷം 2025 ഇറങ്ങുന്ന വിശ്വബ്രഹ്മ കലണ്ടറിൽ കൃത്യമായി ഋഷിപഞ്ചമി മാസാചരണവും വിശ്വബ്രഹ്മ മഹാകാവ്യ പാരായണ സമാരംഭവും സമാപ്തവും കൃത്യമായ ഡേറ്റുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും കാവ്യത്തെക്കുറിച്ച് അധികമൊന്നും സംസാരിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ തന്ന ഈ സ്നേഹ ആദരവുകൾക്ക് ഞാൻ വളരെയധികം എൻ്റെ കുടുംബത്തിലെ എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ബഹുമതികളിൽ വെച്ച് ഏറ്റവും മികച്ചതായ ഒരു ബഹുമതി കിട്ടിയത് ഇന്നാണ്. അത് എൻ്റെ കുടുംബത്തിൽ നിന്നാണ്. ഏറ്റവും സന്തോഷം. അതുപോലെ തന്നെ എൻ്റെ 2 സഹോദരങ്ങൾക്ക് കൂടി ഇന്നിവിടെ വെച്ച് അവരുടെ പാടവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കും ബഹുമതി നൽകിയുണ്ടായി. എല്ലാവർക്കും വേണ്ടി എൻ്റെ കൂടെ ഇന്ന് ആദരവ് ലഭിച്ചവർക്ക് കൂടി വേണ്ടി ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും കടപ്പാടും വിശ്വകർമ്മ ദേവ ഭഗവാന്റെ നാമത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. നമ്മുടെ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. എനിക്ക് ഈ വേദിയിലേക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയ ശ്രീനിവാസനും അതുപോലെ തന്നെ ഈ ദേവസ്വത്തിൻ്റെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും മറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കുമുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എന്നെ വിളിച്ചപ്പോൾ ശ്രീനിവാസനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഒരു വേദിയാണ്. നാട്ടിൽ കിട്ടുന്ന ഒരു വേദിയിൽ പ്രത്യേകിച്ച് ഇവരൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. ഒരിക്കലും നോ പറയത്തില്ല. അപ്പോൾ വന്നപ്പോൾ ഞാൻ ശ്രീനിവാസനോടൊരു കാര്യം പറഞ്ഞു. അടുത്ത ഉത്സവത്തിന് ഈ വേദിയിൽ ഇവിടെ നിന്ന് ആങ്കറിങ് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഒരു കുട്ടിയായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്കറിയാവുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നിങ്ങളുടെ ഇടയിൽ തന്നെ കഴിവുള്ള പ്രാഗൽഭ്യമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. എനിക്കറിയാം. അവരെ വേദിയിൽ കയറ്റണം. കുടുംബ സദസ്സുകളിൽ, കുടുംബ സമ്മേളനങ്ങളിൽ, ചെറിയ ചെറിയ വേദികളിൽ അവരെ കയറ്റി പരിശീലിപ്പിച്ച്, ഞാൻ അങ്ങനെയാണ് പഠിച്ചത്, പരിശീലിപ്പിച്ച് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ട എല്ലാ സഹായവും ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ട അത്യാവശ്യം വേണ്ട ക്ലാസ്സുകൾ കൊടുക്കാം. ഒരു കുട്ടിയല്ല ഇവിടെ കഴിവുള്ള ഒരുപാട് കുട്ടികളുണ്ട്, അല്ലേ? അപ്പോൾ ഇതൊരു പ്രൊഫഷൻ കൂടിയാണ്. കുറഞ്ഞത് നല്ല രീതിയിൽ ചെയ്താൽ ഒരു പ്രോഗ്രാമിന് 10,000 രൂപയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രൊഫഷനാക്കി എടുക്കുവാനും സൈഡാക്കി എടുക്കുവാനും ഒക്കെ നിങ്ങൾക്ക് പറ്റും. നിങ്ങളുടെ പ്രോഗ്രാമുകൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം അതുകൊണ്ട് എല്ലാ സഹായങ്ങളും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എന്നെ വിളിച്ചതിന് പ്രത്യേക നന്ദി അർപ്പിച്ചുകൊണ്ട് കൃതജ്ഞത അർപ്പിക്കുന്നതിന് വേണ്ടി ജനറൽ കൺവീനർ ശ്രീ EP രാധാകൃഷ്ണൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ഇപ്പോൾ വളരെയധികം താമസിച്ചു പോയതുകൊണ്ട് ഒറ്റ വാക്കിൽ എല്ലാവർക്കും, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയടക്കം ഇവിടെ കൂടിയ വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും
ദേവസ്വത്തിൽ എൻ്റെ സ്വന്തം പേരിലും കൃപാറ്റിലും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. യോഗ നടപടികൾ അവസാനിച്ചിരിക്കുന്നു.